ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മോനിക്ക പ്രയർ ഈ ശുശ്രൂഷയിലേക്ക് ആത്മാവ് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാൻ, നമ്മുടെ ബന്ധങ്ങളെ ശുദ്ധീകരിക്കുവാൻ ദൈവം ദാനമായി തന്ന നമ്മുടെ മക്കളെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യുവാൻ സ്വർഗമൊരുക്കിയിരിക്കുന്ന ഈ ശുശ്രൂഷയോർത്ത് കർത്താവിനോട് നമുക്ക് നന്ദിയുള്ളവരാകാം. അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ വ്യാപനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഖ്യാപിക്കപ്പെടുന്ന ഓരോ വചനവും നമ്മുടെ നിയോഗങ്ങളിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ അഭിഷേക തീയായി പടരുവാൻ, കൃപയുടെ പകർച്ചയായി നിറഞ്ഞൊഴുകുവാൻ നമുക്കൊന്നിച്ചൊരു മനസ്സോടെ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മഹത്വം നമ്മുടെ മേലിറങ്ങുന്ന സമയമാണ്. അനേകം കുടുംബങ്ങളെ കർത്താവ് സന്ദർശിക്കുന്ന കൃപയുടെ സമയമാണിത്. മോശ സമാഗമ കൂടാരം കർത്താവിനായി പ്രതിഷ്ഠിക്കുന്ന പ്രതിഷ്ഠ സമയത്ത് ദൈവത്തിൻ്റെ മഹത്വം കൂടാരത്തിലേക്ക് ഇറങ്ങി. കർത്താവിൻ്റെ ശോഭയാർന്ന തേജസ് കൂടാരം മുഴുവനെയും ആവരണം ചെയ്തു. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ മഹത്വത്താൽ നമ്മളെല്ലാം പൊതിയപ്പെടുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവ തേജസ്സിനാൽ പ്രകാശിതരാകുവാൻ, അവരുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ഇരുളിൽ നിന്നും അവർ വിമോചിതരാകുവാൻ കർത്താവായ യേശുവിൻ്റെ നാമം വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. 52-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. പരിശുദ്ധ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവ് മരം പോലെയാണ് ഞാൻ. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ബലം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ അനന്തമായ കാരുണ്യമാണ്. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് കർത്താവിൻ്റെ കരുണയാണ്. നമ്മുടെ ഉറപ്പും, നമ്മുടെ സങ്കേതവും, നമ്മുടെ പ്രത്യാശയും, നമ്മുടെ ആനന്ദവും അത് മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത കാരുണ്യമാണ്. സങ്കീർത്തകൻ ഉച്ചത്തിൽ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കരുണ കടലിലേക്ക് സമർപ്പിക്കുക. ദൈവ കരുണയാൽ അവർ ശുദ്ധീകരിക്കപ്പെടുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ മേൽ വന്നിരിക്കുന്ന എല്ലാ അഴുക്കും, എല്ലാ മലിനതകളും, ഈ ലോകത്തിൻ്റെ കറയും കളങ്കവും എല്ലാം കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ ശക്തിയാൽ അതെല്ലാം അവരിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുവാൻ നമ്മൾ ദൈവ കരുണയിൽ ആശ്രയിക്കുകയാണ്. ഒപ്പം ഒത്തിരിയേറെ മാതാപിതാക്കള് കണ്ണീരോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. സഹോദരി സഹോദരങ്ങള് തങ്ങളെ പ്രിയപ്പെട്ടവരെ ഓർത്ത്, പ്രത്യേകമായി മക്കളെ ഓർത്ത് നൊമ്പരപ്പെടുന്ന ഓരോ മാതാവിനോടും പിതാവിനോടും ആത്മാവ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുക, എൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കുക, അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ കാണാം. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക. നമ്മുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ, ഹൃദയത്തിൻ്റെ ആകുലതകൾ, മക്കളെ ഓർത്ത് നീരി കഴിയുന്ന ഒരുപാട് വേദനാജനകമായ അവസ്ഥകൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലുണ്ട്. വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾ, കർത്താവിൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോകുന്ന മക്കള്, ആത്മീയ കാര്യങ്ങളിൽ ഒട്ടും ശുഷ്കാന്തിയില്ലാത്ത നമ്മുടെ കുഞ്ഞുങ്ങള്, ദൈവവചനത്തോടും ദൈവിക കാര്യങ്ങളോടും നീരസവും മടുപ്പും പുച്ഛവും തോന്നുന്ന ഒത്തിരിയേറെ മക്കള്, ദൈവനിഷേധത്തിലും
ദൈവദൂഷണത്തിലും വ്യാപരിക്കുന്ന എത്രയോ കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ വിശ്വാസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സമ്പന്നത തിരിച്ചറിയാതെ, കർത്താവുമായി ഒരു വ്യക്തിബന്ധം, ഒരു എൻകൗണ്ടർ ഇല്ലാതെ തനി ലൗകികരായി ജഡീകരായി ജീവിക്കുന്ന എത്രയോ ക്രൈസ്തവ കുഞ്ഞുങ്ങൾ. എൻ്റെ മാതാവേ, പിതാവേ, നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകളെയും നമ്മുടെ മനസ്സിൻ്റെ ആകുലതകളെയും നമ്മുടെ മധ്യയുള്ള കർത്താവിൻ്റെ ശക്തമായ കരങ്ങളിലേക്കൊന്ന് വെച്ചുകൊടുത്ത്, കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത്, നമ്മുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുവാണ് അവിടുന്ന്. യെശയ്യാ പ്രവചനം 63:14 ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികൾക്ക് എന്ന പോലെ അവർക്ക് കർത്താവിൻ്റെ ആത്മാവ് വിശ്രമം നൽകി, സ്വസ്ഥത നൽകി. ആ വചനം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്. താഴ്വരകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികൾക്ക് എന്ന പോലെ കർത്താവിൻ്റെ ആത്മാവ് തന്നിൽ ആശ്രയിക്കുന്നവർക്ക്, തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുന്നവർക്ക് സ്വസ്ഥത നൽകുകയാണ്, സമാധാനം നൽകുകയാണ്, അവർക്ക് വിശ്രമം നൽകുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് ആവശ്യം ആത്മാവ് നൽകുന്ന സ്വസ്ഥതയാണ്. നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, ഓരോ പിതാവിലും മാതാവിലും ആത്മാവിൻ്റെ വിശ്രമം, ആത്മാവിൻ്റെ സമാധാനം ഒഴുകപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ സ്വസ്ഥതയിൽ വേണം ജീവിക്കുവാൻ. അവരിന്ന് വളരെ ഇറിറ്റേറ്റഡ് ആണ്. പല മക്കളും വളരെ വളരെ അസ്വസ്ഥരാണ്, മുറിവേറ്റവരാണ്. എത്രയോ കുഞ്ഞുങ്ങൾ വിഷാദ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നു, അവരുടെ മാനസിക നില താറുമാറായിരിക്കുന്നു. എത്രയോ കുഞ്ഞുങ്ങൾ ഇന്ന് ആത്മീയമായ അപജയത്തിലാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് ആവശ്യം ആത്മാവ് നൽകുന്ന വിശ്രമമാണ്, ആത്മാവിന്റെ സ്വസ്ഥതയാണ്. ഓരോ മാതാവും പിതാവും കണ്ണീരോടെ പ്രാർത്ഥിക്കട്ടെ, ഹൃദയനുറുക്കത്തോടെ നിലവിളിക്കട്ടെ. വിമോചിപ്പിക്കുന്ന, അത്ഭുതങ്ങളെ കൊണ്ടുവരുന്ന, അനുഗ്രഹിക്കുന്ന, ആത്മാവിന്റെ അഭിഷേകത്തെ പകരുന്ന കർത്താവിന്റെ നാമം വിളിച്ചു വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഒരു നിമിഷം ആയിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന്, ഓ പരിശുദ്ധാത്മാവേ, അങ്ങ് നൽകുന്ന സ്വസ്ഥതയിലേക്ക്, അങ്ങ് നൽകുന്ന സമാധാനത്തിലേക്ക്, അങ്ങ് നൽകുന്ന രക്ഷയുടെ അനുഭവത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ നയിക്കണമേ, കുടുംബങ്ങളെ നയിക്കണമേ. ആത്മാവേ വരണമേ, ആത്മാവേ വരണമേ, ആത്മാവേ വരണമേ. ഞങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ, വേദനകളിൽ, തകർച്ചകളിൽ പതറിപ്പോകാതെ, ചഞ്ചലപ്പെടാതെ കർത്താവിന്റെ കരം പിടിച്ച് പ്രതിസന്ധികൾ അതിജീവിക്കുവാൻ ആത്മാവേ സഹായിക്കണമേ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി, എല്ലാവരും കരങ്ങൾ ഉയർത്തിക്കേ. ഹൃദയം തുറന്ന്, അതരം തുറന്ന് ജീവിക്കുന്ന കർത്താവിന്റെ നാമത്തെ, മഹോന്നത നാമത്തെ, ഉന്നതമായ നാമത്തെ, കർത്താവിന്റെ ശ്രേഷ്ഠ നാമത്തെ നമ്മൾ ഒന്നിച്ചു വിളിക്കുന്നു. യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, കൃപ ചൊരിയണമേ. ആത്മാവിന്റെ സ്വസ്ഥതയിലേക്ക്, ആത്മാവ് പകരുന്ന സമാധാനത്തിലേക്ക്, ആത്മാവ് നൽകുന്ന വിശ്രമത്തിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ നയിക്കണമേ, മക്കളെ നയിക്കണമേ. സ്പിരിറ്റ് മൂവ്. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എല്ലാവരും ഉണർവോടെ വിളിച്ച്, വിശ്വാസത്തോടെ വിളിച്ച്, കർത്താവിന്റെ നാമത്തെ വിളിച്ച്, ഈശോയേ, ഈശോയേ. ആത്മാവിന്റെ അഭിഷേകം, ആത്മസാന്നിധ്യം, ആത്മശക്തി ഞങ്ങളുടെ മക്കളിലേക്ക് പകരണമേ. അവർ വീണ്ടെടുക്കപ്പെടട്ടെ, അവർ ശുദ്ധീകരിക്കപ്പെടട്ടെ, ഞങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കുന്നവരാകട്ടെ. ലോർഡ് ബ്ലെസ്, ബ്ലെസ്, അനോയിന്റ്. ഓ റിഖാര ബാബാ ബാബാ ബാബാ, ഷിയാരി ബാബാ ബാബാ. കൃപൊഴുകട്ടെ, കൃപൊഴുകട്ടെ അനേക മക്കളിലേക്ക്. ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ, വിവിധ രാജ്യങ്ങളിൽ, അനേകം കുടുംബങ്ങളിലായിരുന്നു
ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ ജീവിതത്തിലേക്ക് ദൈവകൃപ ഒഴുകട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ. സ്തുതിക്കുന്നു. കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ തുറന്നു പിടിച്ച് എല്ലാവരും ഒന്നിച്ച് ആമേൻ. ഗ്ലോറി. ഈശോയെ, കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. ചേർന്ന് പാടിക്കേ. ആമേൻ, ആമേൻ. പവർ, പവർ. അഭിഷേകം ഇറങ്ങട്ടെ. കെട്ടുകളെ പൊട്ടിക്കുന്ന അഭിഷേകം, ദുഃഖങ്ങൾ ഒടിക്കുന്ന അഭിഷേകം കർത്താവേ ഞങ്ങളുടെ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ. സൈന്യനീര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ ഒരു ആ തീരുമാനത്തോടെ പാടുകേ. ആമേൻ. നമ്മൾ ഒറ്റയ്ക്കല്ല, കർത്താവ് കൂടെയുണ്ട്. കരം പിടിച്ചിരിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ആമേൻ. എല്ലാവരും കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. ഈശോയെ കൃപ തരണമേ. ഏത് നേരത്തും ഏത് കാലത്തും കരം പിടിച്ച് അവിടുത്തെ കരം പിടിച്ച് നടക്കുവാൻ കൃപ തരണമേ, കൃപ തരണമേ. ലോഡനോയ് ഇരു കരങ്ങൾ ഉയർത്തി ഈ അഭിഷേകത്തിനായി, ഈ കൃപയ്ക്കായി ശംഖ തുറന്ന് എല്ലാം മറന്ന് ഉച്ചത്തിൽ വിളിക്കുന്നു യേശുവേ. ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, കൃപ ചൊരിയണമേ, കൃപ വർഷിക്കണമേ. ഏത് നേരത്തും അവിടുത്തെ കരം പിടിച്ച് കൃപയോടെ ജീവിക്കാൻ, ആത്മശക്തിയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ശ്രദ്ധിക്കുന്നു. ആമേൻ. ഗ്ലോറി. യെസ്. ഹല്ലേലൂയ. ഉണർവോടെ ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കൂ. ആ ഉറച്ച തീരുമാനത്തോടെ ആ കരം വിട്ടു പോകരുത്. അത് നമുക്ക് നാശമാണ്, നമുക്ക് തകർച്ചയാണ്. കരം പിടിച്ച് നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിച്ച് ആ കരത്തിന് കീഴിലേക്ക് നമ്മുടെ കുടുംബത്തെ കൊണ്ടുവന്ന്, നമ്മുടെ മക്കളെ കൊണ്ടുവന്ന്, നമ്മുടെ ബന്ധങ്ങളെ കൊണ്ടുവന്ന്, നമ്മുടെ സകല നിയോഗങ്ങളെയും കൊണ്ടുവന്ന് നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു യേശുവേ. സ്തുതിക്കുന്നു. വ്യാപരിക്കട്ടെ, അഭിഷേകം നിറയട്ടെ. സ്തുതിക്കുന്നു. ഈശോയെ നന്ദി. ഓരോ കുഞ്ഞിലേക്കും, ഓരോ മകനിലേക്കും മകളിലേക്കും ദൈവകൃപ ഇറങ്ങട്ടെ, ആത്മശക്തി ഇറങ്ങട്ടെ, ആത്മാവിന്റെ തീ പടരട്ടെ. പരിശുദ്ധ അമ്മ മാതാവേ, ശൗസേ പിതാവേ, കർത്താവിന്റെ വിശുദ്ധരെ മലാക്കന്മാരെ, പ്രത്യേകമായി വിശുദ്ധ മോനിക്കമ്മേ, ഞങ്ങളെല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. വിശുദ്ധിയിലും വിശ്വാസത്തിലും ദൈവഭയത്തിലും ദൈവകൃപയിലും ഞങ്ങളുടെ മക്കൾ വളരുവാൻ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുവാൻ ആമേൻ. എല്ലാവരും ശാന്തമായിട്ടിരുന്നേ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക്
നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, നമ്മുടെ മക്കളെക്കുറിച്ച്, അവരെക്കുറിച്ചുള്ള ആവശ്യങ്ങളും നിയോഗങ്ങളും നമുക്ക് ഈ വാട്സപ്പ് നമ്പറിലേക്ക് നമുക്ക് ടെക്സ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ നമ്പർ ഈ സമയം ലൈവായി നടക്കുന്ന ഈ ശുശ്രൂഷ സമയത്ത് തന്നെ ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇപ്പോൾ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ 24 മണിക്കൂറും പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ഈ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് നമ്മോട് സംസാരിക്കുന്ന സമയമാണിത്. വളരെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിൽ നിന്ന് ആത്മാവ് നൽകുന്ന ആലോചനകൾക്ക് വേണ്ടി പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അപ്പോസ്തലനായ പൗലോസ് റോമക്കാർക്കെതിരെ ലേഖനം 9:16 ഇപ്രകാരം പരിശുദ്ധ വചനം പറയുകയാണ്: അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. എൻ്റെ സഹോദരങ്ങളെ, എത്ര മനോഹരമായ വചനമാണിത്. നമ്മുടെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ്. നമ്മുടെ കർത്താവിൻ്റെ കാരുണ്യവും വിശ്വസ്തതയുമാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്ക് ഒത്തിരിയേറെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുണ്ട്. നമ്മുടെ മക്കളെക്കുറിച്ച് വലിയ വലിയ പ്രതീക്ഷകൾ നമുക്കുണ്ട്. കാരണം നമ്മൾ മാതാപിതാക്കളാണ്. അവരുടെ പഠന ജീവിതത്തെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ ജോലിയെക്കുറിച്ച്, അവർക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസ തകർച്ചയെക്കുറിച്ച്, പല മക്കളും അവരുടെ ജീവിതത്തിൽ പല തോൽവികളിലും അതുപോലെ തന്നെ വഴിത്തെറ്റിയുള്ള ജീവിതവും കണ്ട് വേദനിക്കുന്ന മാതാപിതാക്കൾ. ഓരോ മാതാവിനും പിതാവിനും തങ്ങളുടെ മക്കളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെയാണ്. എന്നാൽ കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. എന്നാൽ നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് ദൈവകൃപയെ കൊണ്ടുവരുന്നത്, അവർ കർത്താവിനാൽ അനുഗ്രഹീതരാകുന്നത്, കർത്താവിൻ്റെ ആത്മാവിനാൽ പൂരിതരാകുന്നത്, അതിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ ദയ ഒന്നു മാത്രമാണ്. നമ്മുടെ കർത്താവ് ദയാലുവായ ദൈവമാണ്. For God is God of compassion. മനസ്സലിവിൻ്റെ ദൈവം, നമ്മോട് മനസ്സലിവ് കാണിക്കുന്നവൻ, ദയ കാണിക്കുന്നവൻ, നമ്മോടെപ്പോഴും തൻ്റെ വിശ്വസ്തത വെളിപ്പെടുത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. എൻ്റെ സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയുടെ ആരംഭ വചനത്തിൽ ആത്മാവ് പറയുകയാണ്, കർത്താവിൻ്റെ മാറ്റമില്ലാത്ത ദയയിൽ നമ്മൾ ശരണപ്പെടുക. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കർത്താവിൻ്റെ വിശ്വസ്തതയിൽ നമ്മൾ വിശ്വസിക്കുക. അവിടെയാണ് ദൈവത്തിനെ നമ്മുടെ മക്കളിൽ പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്നത്. ഓരോ മാതാവിൻ്റെയും പിതാവിൻ്റെയും വിശ്വാസത്തിന് കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ വിലയുണ്ട്, അതിന് മൂല്യമുണ്ട്. മാതാപിതാക്കളുടെ വിശ്വാസത്തിലൂടെ, ദൈവാശ്രയത്വത്തിലൂടെ മക്കളിൽ തൻ്റെ ആത്മാവിനെ പകരുവാൻ, തൻ്റെ ശക്തിയെ കൊണ്ടുവരുവാൻ, നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുവാൻ മതിയായവനാണ് നമ്മുടെ കർത്താവ്. അതിന് നമ്മുടെ വിശ്വാസം കർത്താവിന് ആവശ്യമുണ്ട്. യെശയ്യാ പ്രവചനം 41:10 പലപ്പോഴും വേദനയിലും ദുഃഖത്തിലും ഭാരത്തിലും ആയിരിക്കുന്ന അനേകം മാതാപിതാക്കളോട് ആത്മാവ് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നമുക്കൊരു കോള് വരുന്നുണ്ട്. ഒത്തിരിയേറെ മക്കൾ, എന്തുമാത്രം വ്യക്തികളാണ് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് ജീവിതങ്ങൾ ഇന്ന് കണ്ണീരിലും കഷ്ടപ്പാടിലും വേദനയിലും വിവിധങ്ങളായ തകർച്ചകളിലുമാണ്. സഹോദരങ്ങളെ, നമ്മളൊരു മനസ്സോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ കണ്ണീര് മറികടന്നു പോകാൻ ഒരിക്കലും കർത്താവിന് സാധിക്കുകയില്ല.
നമുക്ക് ഈ ഫോൺ ഒന്ന് അറ്റൻഡ് ചെയ്യാം. ഹലോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്റെ മകന് ഇപ്പം ജയിലില്ല, 2 മാസമായി. കുവൈറ്റിലാണ്. പിന്നെ അവന് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മരുന്ന് കഴിച്ചപ്പോ മോർഫിനായിട്ട് കണ്ടു. അവനന്നൊരു ഒരു പ്രശ്നം ഉണ്ടായപ്പോ അവനെ പിടിച്ചപ്പോ ഇപ്പൊ ജയിലിലിട്ടിരിക്കും. ഇന്നലെ ഒരു ഞായറാഴ്ച ഒരു ഇത് കഴിഞ്ഞു. അതിനും അവര് ഒരാഴ്ചത്തെ നീട്ടി വെച്ചു പിന്നെയും കേസ്. നമുക്ക് പ്രാർത്ഥിക്കാം. 2 മാസമായിട്ട് മകൻ ജയിലിലാണ് അല്ലേ? അടുത്ത ഞായറാഴ്ച വീണ്ടും ഇതുണ്ട്. കർത്താവ് ഇടപെടും. നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ലൂക്കായുടെ സുവിശേഷം 1:37. സഹോദരി അത് വിശ്വസിക്കുക. കുവൈറ്റിൽ ജയിലിൽ കഴിയുന്ന മകൻ്റെ ജീവിതത്തിൽ ഇടപെടുവാനും പ്രവർത്തിക്കുവാനും കർത്താവ് ശക്തനും അതിയായവനുമാണ്. വിശ്വസിക്കുന്നുണ്ടോ? പൂർണ്ണമായിട്ട് വിശ്വസിച്ചോട്ടോ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. ആ മകനെ വിടുവിക്കും. ആ ബന്ധനത്തിൽ നിന്ന് അവനെ കർത്താവ് വീണ്ടെടുത്തോളും. ഇതുപോലെ ആയിരിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. പല ചെയ്യാത്ത കുറ്റത്തിനെ, അറിയാത്ത കാര്യത്തിനെ മനസ്സിലായി ശിക്ഷ അനുഭവിക്കുന്ന, ജയിലിൽ കഴിയുന്ന ഒത്തിരിയേറെ നിരപരാധികളായ മക്കളുണ്ട്. അവരുടെ വിമോചനത്തിന് വേണ്ടി, അപ്രകാരമുള്ളവരുടെ കുടുംബത്തിൻ്റെ ആശ്വാസത്തിന് വേണ്ടി സഹോദരി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മകൻ്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. നമുക്കൊന്നിച്ച് ഈ സഹോദരിയുടെ അപേക്ഷ നമ്മൾ കേട്ടു, നിയോഗം നമ്മൾ കേട്ടു. എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും ഇന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, എന്തുമാത്രം മക്കളാണ് ഇതുപോലെ നിരപരാധികളായി തെറ്റ് ചെയ്യാതെ മനസാവാച അറിയാത്ത പല കാര്യങ്ങളെ പ്രതി ജയിലിൽ കഴിയുന്നു, ശിക്ഷ അനുഭവിക്കുന്നു. നമുക്ക് ഇപ്രകാരം വേദനിക്കുന്ന എല്ലാ മക്കളിലേക്കും കർത്താവിൽ നിന്ന് ശക്തി ഇറങ്ങുവാൻ, കർത്താവിന്റെ കൃപ ഒഴുകുവാൻ, ആ മക്കളെ വീണ്ടെടുക്കുന്ന, വിമോചിപ്പിക്കുന്ന അത്ഭുത ശക്തിയാ. ഈ നിയോഗങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ കരമുയർത്തി സ്വരമുയർത്തി നമ്മൾ ഒന്നിച്ചു വിളിക്കുന്നു. യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, കുവൈറ്റിൽ ജയിലിൽ കഴിയുന്ന ആ മകന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ആ മകനെ വിടുവിക്കണമേ, അവനെ വിമോചിപ്പിക്കണമേ. ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കഴിയുന്ന മകന്റെ കണ്ണീര് കണ്ട്, ഈ സഹോദരിയുടെ അമ്മയുടെ വേദന കണ്ട് കർത്താവേ അങ്ങ് പ്രവർത്തിക്കണമേ. ശ്രദ്ധിക്കുന്നു. ഇപ്രകാരം കഷ്ടതയിലായിരിക്കുന്ന, ദുരിതത്തിലായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ദൈവകൃപ വ്യാപരിക്കട്ടെ. ശ്രദ്ധിക്കുന്നു. ആമേൻ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ ആഗ്രഹത്തോടൊന്ന് പറഞ്ഞു കേൾക്കണേ ഹൃദയം തുറന്ന് പാടി പ്രാർത്ഥിച്ച്, നൽകണേ എൻ യാചന, നൽകണേ എൻ യാചന, കർത്താവേ നൽകണേ യാചന. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞതുപോലെ ഈ ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥന സന്ദേശങ്ങൾ, നിയോഗങ്ങൾ നിങ്ങൾ സെൻഡ് ചെയ്യുക. നമ്പറിലേക്ക് വിളിക്കുക. ഈ ലൈവ് ശുശ്രൂഷയുടെ സമയങ്ങളിൽ 10,000 ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന ആവശ്യപ്പെടുന്ന ഒത്തിരി മക്കളുണ്ട്. ജിജി, നിയ, നോയേൽ കാനഡയിൽ നിന്നാണ്, ലിൻസി മോൾ കോട്ടയത്തിൽ നിന്ന്, ജെസി ജീവൻ തൃശ്ശൂരിൽ നിന്ന്, മരിയ കോട്ടയം, ജെറി, ടോണി, സോണി കുട്ടനാട്ടിൽ നിന്നാണ്, മാർഗരറ്റ് തൊടുപുഴയിൽ നിന്ന്, റിൻസി തിരുവല്ലയിൽ നിന്ന്, ഷിജ, വിഷ്ണു കോട്ടയത്തിൽ നിന്ന്, ആൻസി തോമസ്, മെറീന മുംബൈയിൽ നിന്ന്, ആൻമരിയ റോസി തൂപ്പുംപടിയിൽ നിന്ന്, രാജു പത്തനാപുരത്തിൽ നിന്ന്, തങ്കമ്മ ജൂലിയ എറണാകുളത്ത് നിന്ന് ഒരുപാട് മക്കൾ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ നിയോഗങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവചനം 41:10 എന്താണ് ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. മക്കളെ ഓർത്ത്, അവിടെ ജീവിതത്തിന് വിവിധങ്ങളായ തകർച്ചകളെ ഓർത്ത്, നൊമ്പരങ്ങളെ ഓർത്ത്, മുറിപ്പാടുകളെ ഓർത്ത് വേദനിക്കുന്ന ഓരോ പിതാവിനോടും മാതാവിനോടും ഓരോ സഹോദരനോടും സഹോദരിയോടും ആത്മാവ് പറയുകയാണ്, ഭയപ്പെടേണ്ട. നീ അനുഭവിക്കുന്ന സഹനത്തിൽ, നിന്റെ കൊടിയ ദുരിതത്തിൽ,
നിന്റെ ദുഃഖത്തിൽ, നിന്റെ വേദനയിൽ നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ എൻ്റെ വലത് കൈകൊണ്ട് താങ്ങി നിർത്തിയിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, യെശയ്യാ പ്രവചനം 41:10 ആത്മാവ് സംസാരിക്കുകയാണ്. നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളിലും വേദനകളിലും നമ്മൾ ഒറ്റയ്ക്കല്ല പ്രിയപ്പെട്ടവരെ, കർത്താവ് കൂടെയുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പൗലോസ്ലീഹ ഫിലിപ്പി സഭയ്ക്ക് ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ തിരുവചനം, പരിശുദ്ധ വചനം പറയുന്നു, ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവിൻ, അർപ്പിക്കുവിൻ. കർത്താവിൻ്റെ ആത്മാവ് പറയുക, മക്കൾ അവർ ദുരിതത്തിലാണ്. പല മക്കളും കഷ്ടതയിലാണ്. നമ്മുടെ പല മക്കളും വിഷമഘട്ടത്തിലാണ്. പ്രതിസന്ധികളുണ്ട്, വിശ്വാസ തകർച്ചയുണ്ട്. പല മക്കളും മദ്യപാനത്തിന് അടിമയാണ്, പലരും കഞ്ചാവിന് അടിമയാണ്, പലരും പ്രണയക്കെണികളിൽപ്പെട്ട് കുടുംബത്തോടും സഭയോടുമുള്ള സ്നേഹം തണുത്തു പോയിരിക്കുന്നു. ആത്മാവ് പറയാണ്, നീ അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട. നിന്നേക്കാൾ അധികമായി നിന്റെ മകനെ കുറിച്ച്, മകളെ കുറിച്ച് എന്റെ ഹൃദയത്തിൽ വിചാരമുണ്ട്. ഹല്ലേലൂയ. നമ്മെ കുറിച്ച് വിചാരമുള്ള ദൈവം, നമ്മുടെ ആവശ്യങ്ങൾ നമ്മേക്കാൾ അധികമായി അറിയുന്ന ദൈവം. സഹോദരങ്ങളെ, ആ കർത്താവിന്റെ സന്നിധിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒന്നിനെ കുറിച്ച് ആകുലപ്പെടാതെ ഇനിയുള്ള ദിനങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, അത് പ്രാർത്ഥനകളോടും കൃതജ്ഞതാ സ്തോത്രങ്ങളുമായി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, നമ്മൾ ആകുലപ്പെടുത്തുന്ന, നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന സകല വിഷയങ്ങളെയും നമ്മൾ അർപ്പിക്കുവാൻ പരിശുദ്ധ വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. ഒന്ന് പരസ്പരം മുഖത്തോടെ മുഖം നോക്കി ഒന്ന് സ്നേഹത്തോടെ പറഞ്ഞേ, ഒന്നിനെ കുറിച്ച് ആകുലപ്പെടേണ്ട. പറഞ്ഞേ, മക്കളെ കുറിച്ച് ആകുലപ്പെടേണ്ട. കർത്താവിന് വിചാരമുണ്ട്. നമുക്ക് ഒരു കോള് വരുന്നുണ്ട്. നമുക്ക് ആ ഫോൺ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഒത്തിരിയേറെ മക്കൾ കഠിന വ്യഥയിലാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ച് നമുക്ക് ഈ വിഷയത്തിന് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. കോഴിക്കോടിൽ നിന്ന്. ഓക്കെ. എന്റെ മോൾക്ക് സുഖമില്ലാതെ കിടപ്പായിട്ട് ഇപ്പോൾ 1 കൊല്ലത്തോളമായി. മകൾക്ക് എന്ത് പ്രായമുണ്ട്? ആൾക്ക് 28 വയസ്സുണ്ട്. 28 വയസ്സായി. അവള് രോഗബാധിതയായിട്ട് കിടപ്പാണ് 1 വർഷമായിട്ട്. 1 വർഷമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം മുമ്പ് അറിഞ്ഞതാണ്. അപ്പൊ ക്യാൻസർ ആണ്. അപ്പൊ അതിന് ഓപ്പറേഷൻ ചെയ്തു. എന്നിട്ട് ഇപ്പം കുറവൊന്നുമില്ലാതെ അങ്ങനെ. അവള് വളരെ വേദനയിലും കഷ്ടതയിലാണല്ലേ? അതെ, വളരെ കഷ്ടതയിലാണ്. വിഷമിക്കേണ്ട സഹോദരൻ, വിഷമിക്കേണ്ട കേട്ടോ. പുറപ്പാട് പുസ്തകം 15:26 പറയുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ മകൾക്ക് വേണ്ട സൗഖ്യമുണ്ട്. കർത്താവിൻ്റെ മുറിവുകളിൽ നമുക്ക് വേണ്ട സൗഖ്യമുണ്ട്. യെശയ്യാ പ്രവചനം 53:5 പറയുന്നു, അവൻ്റെ മുറിവുകളാൽ നിങ്ങൾ സൗഖ്യമുള്ളവരായിരിക്കുന്നു. നമ്മൾ സുഖം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവ് ശരീരത്തിൽ മുറിവുകളേറ്റത് നമ്മെ സുഖപ്പെടുത്തുവാനാണ്. അപ്പോൾ ഈ വചനം ശ്രദ്ധിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16ഉം 17ഉം വചനങ്ങൾ ഏറ്റുപറഞ്ഞ് മകളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ശ്രദ്ധിക്കണമേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16ഉം 17ഉം വചനങ്ങൾ. ഒപ്പം പുറപ്പാട് പുസ്തകം 15:26, 15-ാം അധ്യായം 26-ാമത്തെ വചനം. ഒരു വചനം കൂടി. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. ഈ 3 വചനങ്ങൾ ഏറ്റുപറഞ്ഞ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവിന് അസാധ്യമായ ഒന്നുമില്ല. ദൈവത്തിനൊന്നും അസാധ്യമല്ല. നമുക്ക് 28 വയസ്സ് പ്രായമുള്ള പ്രിയപ്പെട്ട മകൾ, അവൾ രോഗബാധിതയായി ക്യാൻസർ രോഗത്തെ മൂലം ഒത്തിരി കഷ്ടപ്പെടുകയാണ്. എൻ്റെ സഹോദരങ്ങൾ, ഇതുപോലെ ഒരുപാട് മക്കൾ, എത്രയോ കുഞ്ഞുങ്ങൾ, എത്രയോ ടീനേജേഴ്സ്, യുവജനങ്ങൾ, ദമ്പതിമാർ
പ്രായമൊന്നും ഇതിനില്ല. അനേക മക്കളിൽ നിന്ന് ക്യാൻസർ പിടിപെട്ട് വളരെ ദുരിതത്തിലും കഷ്ടതയിലുമായിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഇതുപോലെയുള്ള കിടപ്പ് രോഗികളുണ്ട്. എത്രയോ വ്യക്തികൾ ആശുപത്രികളിൽ കഴിയുന്നു, റേഡിയേഷന് വിധേയരായി കഴിയുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ സൗഖ്യമാക്കുന്ന ശക്തി, ഹീലിംഗ് പവർ, ഹീലിംഗ് അനോയിന്റിംഗ്, ഓ ഈ പ്രത്യേകമായി മകളിലേക്ക്, ഇതുപോലെ വേദനിക്കുന്ന എല്ലാ മക്കളിലേക്കും, ക്യാൻസർ ബാധിതരായ എല്ലാവരിലേക്കും കർത്താവിന്റെ സുഖപ്പെടുത്തുന്ന ശക്തി, കർത്താവിന്റെ സൗഖ്യമാക്കുന്ന ശക്തി, കർത്താവിന്റെ വിമോചിപ്പിക്കുന്ന ശക്തി ഒഴുകപ്പെടുവാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ ചങ്കിലെ ചോരയാ, കർത്താവിന്റെ ചങ്കിലെ ചോരയാ അവർ കഴുകപ്പെടുവാൻ, ക്യാൻസറിന്റെ എല്ലാ രോഗാണുക്കളും തിരിച്ചോരയുടെ അനന്ത ശക്തിയാ നിർവീര്യമാകുവാൻ, അതെല്ലാം കരിഞ്ഞു പോകുവാൻ, നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം വീണ്ടെടുക്കുവാൻ, സൗഖ്യത്തിന്റെ നിറവുണ്ടാകുവാൻ കരമുയർത്തുച്ചത്തിൽ വിളിക്കുന്നു യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. എല്ലാവരും സ്തുതിച്ച് ശക്തിയോടെ വിളിച്ച്, കർത്താവിന്റെ നാമം സുഖപ്പെടുത്തുന്ന നാമമാണ്. യേശുവിന്റെ നാമം രക്ഷാനാമമാണ്. എല്ലാ ക്യാൻസർ രോഗികളിലേക്കും കർത്താവിന്റെ സൗഖ്യശക്തി വ്യാപരിക്കട്ടെ. റിലീസ്. ആശുപത്രികളിലായിരിക്കുന്നവരെ, റേഡിയേഷൻ വിധേയരായവരെ, കീമോ ചെയ്യുന്നവരെ, കർത്താവെ കഠിന മെഡിസിൻ എടുക്കുന്നവരെ, അവരിലേക്കെല്ലാം ശക്തി ഇറങ്ങട്ടെ. ആമേൻ, ആമേൻ. വിശ്വസിച്ച് വിശ്വാസത്തോടെ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, എന്റെ യേശു ജീവിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, എന്റെ യേശു ജീവിക്കുന്നു. ഉച്ചത്തിൽ പാടിക്കേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. കർത്താവേ, ഹീലിംഗ് പവർ, ഹീലിംഗ് അനോയിന്റിംഗ് വ്യാപരിക്കട്ടെ. വീടുകളിലായിരിക്കുന്ന, കുടുംബങ്ങളിലായിരിക്കുന്ന, ആശുപത്രികളിലായിരിക്കുന്ന ക്യാൻസർ രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുത സൗഖ്യം, അത്ഭുത സൗഖ്യം, അത്ഭുത സൗഖ്യം. In the name of Jesus, in the name of Jesus. യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. ആമേൻ, ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ തുടർന്ന് കർത്താവിൻ്റെ വചനം ശ്രവിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നിരവധിയായ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണ് നമ്മുടെ മക്കളുമായി ബന്ധത്തിൽ, നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിന്ന് നേരിടുന്നുണ്ട്. വളരെ പ്രശ്നസങ്കീർണമായൊരു സമയത്തിലൂടെയാണ് നമ്മെല്ലാവരും, നമ്മുടെ സഭ കടന്നു പോകുന്നു, നമ്മുടെ കുടുംബങ്ങൾ കടന്നു പോകുന്നു, നമ്മുടെ സമൂഹങ്ങൾ കടന്നു പോകുന്നു. സഹോദരങ്ങളെ, ഈ ഒരു സമയത്ത് ആത്മാവ് നമുക്ക് നൽകുന്ന വചനം എന്താണ്? ഇന്ന് അനേകർ നിരാശിതരാണ്. പ്രാർത്ഥിച്ചിട്ട് എന്തു ഫലം? പ്രാർത്ഥിച്ച് മടുത്തുപോയവരെ, പ്രാർത്ഥിച്ചിട്ട് യാതൊരു പ്രയോജനമില്ലെന്ന് ചിന്തിച്ച് വിഷാദത്തിലായിരിക്കുന്നവരെ, പ്രാർത്ഥനാ ജീവിതത്തിൽ വിരസത അനുഭവിച്ച് ആ ജീവിതം തന്നെ അവസാനിപ്പിച്ച് കളഞ്ഞവരെ നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ സഹോദരങ്ങളെ, നമ്മോട് ആത്മാവിന് എന്താ പറയാനുള്ളത്? എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്ന കർത്താവിൻ്റെ വചനം ഇത് ജീവദായകമാണ്. ഈ വചനം ആത്മാവിൻ്റെ തീയാണ്. എത്ര കഠിന പാറയെയും തകർക്കുന്ന കർത്താവിൻ്റെ ഉഗ്രകൂടമാണ് അവിടുത്തെ മാറ്റമില്ലാത്ത വചനം. ഓ ജീസസ്, ഈ വചനം നമ്മെ സുഖപ്പെടുത്തും. ഈ വചനം നമ്മളെ ശുദ്ധീകരിക്കും. ഈ വചനം നമ്മളെ അനുഗ്രഹിക്കും. ഈ വചനം നമ്മളെ അഭിഷേകം ചെയ്യും. വിശ്വസിക്കുക സഹോദരങ്ങളെ, ബിലീവ്. ആത്മാവിന് എന്താ പറയാനുള്ളത്? 125 സങ്കീർത്തനം 1 വചനത്തിൽ പരിശുദ്ധ വചനം പറയുകയാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവർ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മക്കളോടുള്ള ബന്ധത്തിൽ പലവിധ പ്രതിസന്ധികളും വേദനകളും വിഷമതകളും, വിട്ടുമാറാത്ത രോഗങ്ങൾ, വിട്ടുമാറാത്ത പ്രതിസന്ധികൾ, അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വരുന്ന ചില അപജയങ്ങൾ, മൂല്യച്യുതികൾ,
വിശ്വാസ തകർച്ചകൾ, ധാർമ്മികമായ പരാജയങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ അലസരായി, അനാസ്ഥ കാണിച്ച് തനി ഉഴപ്പന്മാരായി ഉഴപ്പിൽ ജീവിക്കുന്ന ഒത്തിരി മക്കളുണ്ട് പ്രിയപ്പെട്ടവരെ. കുടുംബത്തോട് അവർക്ക് പ്രത്യേക കമ്മിറ്റ്മെൻ്റ് ഇല്ല, പഠന കാര്യത്തിൽ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, ഗെയിമും അതുപോലെ തന്നെ കൂട്ടുകെട്ടും ഫ്രണ്ട്ഷിപ്പുമായി മുന്നോട്ട് പോകുന്ന എത്രയോ മക്കൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ഈ പ്രതിസന്ധിയുടെ നടുവിൽ പ്രിയ പിതാവേ, മാതാവേ, പ്രിയ സഹോദര സഹോദരി, ദൈവത്തിൻ്റെ പൈതലേ, എന്നോടും നിങ്ങളോടും ആത്മാവിന് എന്താ പറയാനുള്ളത്? നമ്മൾ കർത്താവിനെ ആശ്രയിക്കുക. ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ദൈവമായ കർത്താവിൽ ശരണപ്പെടുക, ദൈവത്തിൽ ശരണം വയ്ക്കുക, ദൈവത്തെ ആശ്രയിക്കുക. തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു, അവർ അചഞ്ചലമായി നിലകൊള്ളുന്ന ഏത് പ്രതിസന്ധിയിലും, ഏത് പ്രതികൂലത്തിലും, ഏത് വേദനയിലും, കഠിനമായ തകർച്ചയിലും, വലിയ 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 കൊടിയ സഹനങ്ങളിലും അവർ അചഞ്ചലമായി നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയായിരിക്കും. ഹല്ലേലൂയ. ഓ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ജീസസ്, ജീസസ്, ജീസസ്. നമുക്ക് വേണ്ടത് ഇന്ന് ഈ വചനത്തിൻ്റെ അഭിഷേകമാണ്. നമ്മൾ പലരും വാടി തളർന്നിരിക്കുകയാണ്. പല മാതാപിതാക്കളും നേരെ ചൊവ്വേ അവർ ഭക്ഷണം പോലും കഴിക്കുന്നില്ല. ഉള്ള സമാധാനം കെട്ടുപോയി. മരണതുല്യമായ ഒരു ജീവിതം. കുടുംബത്തിൽ പങ്കുവെക്കലോ സ്നേഹത്തിൻ്റെ ഒരു സമൃദ്ധി അനുഭവിക്കാൻ പറ്റുന്നില്ല. കുടുംബത്തിലുണ്ടായിരുന്ന സന്തോഷം നഷ്ടപ്പെട്ട് വളരെ പ്രയാസത്തോടെ ജീവിക്കുന്ന പല മാതാപിതാക്കളെ ഈ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ കണ്ണുകൾ കാണുന്നുണ്ട്. എൻ്റെ സഹോദര സഹോദരി, ഇത് നമുക്കുള്ള ആത്മാവിൻ്റെ പ്രവചനമാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? കർത്താവിനെ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. അവർ അചഞ്ചലമായി നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് ആത്മാവ് നൽകുന്ന നന്മകൾ എന്തൊക്കെയാണ് സഹോദരങ്ങളെ? എല്ലാവരും ശ്രദ്ധിച്ച്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ കർത്താവിനെ ആശ്രയിച്ച് അവിടെയാണ് അത്ഭുതം സംഭവിക്കുന്നത്. അപ്പോഴാണ് വീണ്ടെടുപ്പിൻ്റെ, വിമോചനത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത്. ഒരു അപ്പനും അമ്മയും ഒരുമിച്ച് തങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി അവർ ദൈവമായ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ അവിടെ കുഞ്ഞുങ്ങളിലേക്ക് ആത്മശക്തി ഇറങ്ങുകയാണ്. അവരെ ബന്ധിച്ചിരിക്കുന്ന പാപത്തിൻ്റെ, ജഡീകതയുടെ, ലോകത്തിൻ്റെ കെട്ടുപാടുകൾ അഴിഞ്ഞു മാറുകയാണ്. എപ്പോഴാ? അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി കർത്താവിനെ ആശ്രയിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനത്തിൽ ട്രസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ മിറക്കിൾ ഉണ്ടാവും, മിറക്കിൾ ഉണ്ടാകും, ഡെലിവറൻസ് ഉണ്ടാകും. സംശയിക്കേണ്ട സഹോദരങ്ങളെ. ഒന്നാമത്തെ നന്മ എന്താണ്? യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 31-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയാണ്, വീണ്ടും ശക്തി പ്രാപിക്കും. അതാണ് നമുക്കിന്ന് വേണ്ടത്, അതാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ഒരുമിച്ച് എല്ലാവരും ഉച്ചത്തിലെ വചനം ഏറ്റു പറഞ്ഞേ. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. പോരാ, അല്പം കൂടെ സ്വരത്തിൽ പറഞ്ഞേ. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. എന്റെ സഹോദരങ്ങളെ, നമുക്കിന്ന് വേണ്ടത് ഈ വീണ്ടും നമ്മിലേക്ക് പകരപ്പെടുന്ന ശക്തി. നമുക്ക് ഒരിക്കൽ ശക്തി ഉണ്ടായിരുന്നു, നല്ല ബലമുള്ളവരായിരുന്നു നമ്മൾ. എന്നാൽ ഒരു പ്രതിസന്ധിയുടെ കാറ്റടിച്ചപ്പോൾ നമ്മൾ തളർന്നു പോയി. നമ്മുടെ ബലം പോയി, പ്രത്യാശ പോയി, നമ്മുടെ ആനന്ദം പോയി, സ്വസ്ഥത പോയി. നമ്മൾ നിരാശിതരും, അസംതൃപ്തരും, വേദനിക്കുന്നവരും, പിറുപിറുക്കുന്നവരും, ഭാരപ്പെടുന്നവരുമായിട്ട് മാറി. എന്നാൽ പരിശുദ്ധ വചനം പറയുന്നു, നമ്മൾ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ വീണ്ടും ശക്തി പ്രാപിക്കും. വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് ഈ വീണ്ടും ശക്തീകരണം വേണ്ടേ? നമുക്ക് ഈ വീണ്ടും ഒരു ശക്തീകരണം വേണ്ടേ? നമ്മളിങ്ങനെ കരഞ്ഞ് നമ്മുടെ ജീവിതം നരകതുല്യമായി ജീവിച്ചാൽ മതിയോ? ഇതുമാത്രം വേദനയോടെ നമ്മൾ പലരായിരിക്കുന്നത്. സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ, അവർ വീണ്ടും ശക്തി പ്രാപിക്കുന്നു, വീണ്ടും ശക്തി പ്രാപിക്കുന്നു. നമുക്ക് വരുന്നൊരു ഫോൺ കൂടി നമുക്ക് അറ്റൻഡ് ചെയ്യാം. കർത്താവെ സ്തുതിക്കുന്നു.
കർത്താവ് എല്ലാ നിയോഗങ്ങളും ആവശ്യങ്ങളും അവിടെ നിന്ന് കാണണമേ, ആത്മാവിനെ വർഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചത്. എന്താണ്, എന്തിനു വേണ്ടിയ മകനെ എന്താ വിഷയം? മകന് 33 വയസ്സുണ്ട്. മകന് 5-6 വർഷമായിട്ട് മദ്യപാനത്തിന് അടിമയാണ്. ഈശോ. പള്ളിയിലൊക്കെ പോവും, പള്ളിയിലെ എല്ലാ കാര്യങ്ങളും, പക്ഷെ എന്നാൽ മദ്യപിക്കാതിരിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയുണ്ടോ അമ്മച്ചിയുടെ വേദന കൊണ്ട് 5-6 വർഷമായി മകൻ മദ്യപാനത്തിന് അടിമയാണ്. പള്ളിയിൽ പോകുന്നുണ്ട്, അത്യാവശ്യം പ്രാർത്ഥനയൊക്കെ ഉണ്ട്, പക്ഷേ പക്ഷെ മദ്യപാനം മാറ്റുന്നില്ല അല്ലേ? ഈശോ, നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മച്ചി നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഭാരപ്പെടാതിരിക്കും കേട്ടോ. അവൻ്റെ മേലുള്ള മദ്യപാനത്തിൻ്റെ കെട്ടുപൊട്ടിക്കാൻ കർത്താവിൻ്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട്. കർത്താവിന് മാത്രമേ കഴിയൂ. അമ്മച്ചി വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസമുണ്ടോ? കർത്താവിനെ നമ്മുടെ മകനെ രക്ഷിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നില്ലേ? നമുക്ക് കണ്ണീരോടെ പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഇതുപോലെ അനേകം മക്കൾ ഇന്ന് മദ്യപാനത്തിന് അടിമകളാണ്. ഒത്തിരി പേരൻസ് വേദനിക്കുന്നുണ്ട് മക്കളുടെ മദ്യപാനം മൂലം. എന്തുമാത്രം മാതാപിതാക്കളാണ് കരയുന്നത്. നമുക്ക് ആ മക്കളിലേക്ക് അഭിഷേകം ഇറങ്ങാൻ, ആത്മാവിന് ശക്തി ഇറങ്ങുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും കരങ്ങൾ ഉയർത്തി. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മദ്യപാനത്തിന്റെ പൈശാചിക രൂപികള്, മദ്യപാനത്തിന്റെ പൈശാചിക പീഡകൾ വിട്ടൊഴിഞ്ഞു പോകുവാൻ, നമ്മുടെ യുവമക്കള്, നമ്മുടെ അനേക യുവജനങ്ങള് ഈ മദ്യപാനം എന്ന പൈശാചിക പീഡയിലാണ്. ആ ബന്ധനത്തിന് കെട്ടുപൊട്ടുവാൻ, നമ്മുടെ മക്കൾ വിമോചനം പ്രാപിക്കാൻ, അവര് വീണ്ടെടുക്കപ്പെടുവാൻ, ആത്മാവിന് ശക്തിയിൽ നിറയുവാൻ, കർത്താവിന്റെ നാമത്തിൽ വിമോചിതരാകുവാൻ എല്ലാം മറന്ന് കരമുയർത്തി നമ്മുടെ മക്കൾക്ക് വേണ്ടി മദ്യപാനത്തിന് കെട്ടുപൊട്ടുവാൻ, കഞ്ചാവിന്റെ മയക്കമരുന്നിന്റെ നുഖങ്ങൾ ഒടിഞ്ഞു മാറുവാൻ നമ്മൾ ഒന്നിച്ചൊരു മനസ്സോടെ വിളിക്കുന്നു, യേശുവേ. ജീവിക്കുന്ന ദൈവമേ, അങ്ങയുടെ ജീവിതാഗമായ ശക്തി ഒഴുകട്ടെ, വിമോചനത്തിന് ശക്തി ഒഴുകട്ടെ, വീണ്ടെടുപ്പിന് ശക്തി ഒഴുകട്ടെ. മദ്യപാനത്തിന്, കഞ്ചാവിന്, മയക്കമരുന്നിന് അടിമപ്പെട്ടിരിക്കുന്ന അനേക മക്കൾ ഈ സമയം വീണ്ടെടുപ്പിന്റെ ശക്തിയിൽ നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ മദ്യപാനം എന്ന പൈശാചിക പീഡയെ, പൈശാചിക രൂപിയെ ബന്ധിക്കുകയും നിത്യ നരകത്തിലേക്ക് അട്ടിപ്പായിക്കുകയും ചെയ്യുന്നു. സ്തുതിക്കുന്നു. അനേകം കുടുംബങ്ങൾ സ്വതന്ത്രമാക്കപ്പെടട്ടെ, അനേക മക്കൾ വിമോചനം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപത്തിന് എന്റെ മേൽ ഭരണമില്ല. സ്തുതിക്കുന്നു ഈശോയെ. ഓ, കൃപൊഴുകട്ടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലുള്ള മദ്യപാനത്തിന്റെ ബന്ധനങ്ങള്, കുടുംബങ്ങളിലുള്ള മദ്യപാനത്തിന്റെ പൈശാചിക പീഡകള് യേശു നാമത്തിൽ, യേശു രക്തത്താൽ, യേശു വചനത്താൽ, യേശുവിന്റെ തിരുവിലിന്റെ അനന്ത യോഗ്യതകളാൽ നിർവീര്യമാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാൽ സാത്താനെ ശാസിക്കുന്നു. ഇരു കരങ്ങളിൽ ഒരിക്കൽ കൂടെ വിളിക്കുന്നു, യേശുവേ. അനോയിന്റിംഗ്, അനോയിന്റിംഗ്, അനോയിന്റിംഗ്. മദ്യപാനത്തിന് കെട്ടുപൊട്ടിക്കുന്ന അഭിഷേകം, ദുശീലങ്ങളുടെ കെട്ടിലടിക്കുന്ന അഭിഷേകം അനേകം കുടുംബങ്ങളിലേക്ക്, അനേകം ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ. സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ആമേൻ. എന്റെ സഹോദരങ്ങളെ, ഇപ്പൊ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ബലം, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ശക്തി
നമുക്ക് നഷ്ടപ്പെട്ടു പോയ പ്രത്യാശ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ വിശ്വാസം, നമുക്ക് നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ ജീവിതം, ഇതെല്ലാം വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് എപ്പോൾ നമ്മൾ ദൈവമായ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഈ അഭിഷേകം ആത്മാവ് പകരുകയാണ്. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ, സ്തുതിച്ചേ, ശക്തിയോടെ കരമടിച്ച് സ്തുതിച്ചേ. സ്തുതിക്കുന്നു. ആമേൻ, 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 ആമേൻ. അപ്പോൾ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ എന്തൊക്കെ തകർച്ചകൾ ഉണ്ടാകട്ടെ, എന്തൊക്കെ കഷ്ടതകളും വിവിധങ്ങളായ ദുശീലത്തിൻ്റെ കെട്ടുപാടുകൾ ഉണ്ടാകട്ടെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? കർത്താവിനെ ആശ്രയിക്കുക. നമ്മുടെ മക്കൾക്ക് വേണ്ടി ദൈവമായ കർത്താവിൽ ശരണപ്പെടുക. ഞാനൊരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. നമ്മൾ അല്പം കാത്തിരിക്കേണ്ടി വന്നാലും, അല്പം കണ്ണീരിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, കുറച്ചൊക്കെ സഹിക്കേണ്ടി വന്നാലും, ദൈവമായ കർത്താവ് ആ ബന്ധനങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ തലമുറയെ, നമ്മുടെ മക്കളെ വീണ്ടെടുത്ത് വിടുവിക്കും. ഹല്ലേലൂയ. ഇത് കർത്താവിൻ്റെ പ്രോമിസാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവിൻ്റെ രണ്ടാമത്തൊരു നന്മയാണ് പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള വലിയ കൃപയും ശക്തി അവർക്ക് ലഭിക്കുകയാണ്. നമ്മളിത് മനസ്സിലാക്കണം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുവാനുള്ള കൃപയും ശക്തി ലഭിക്കുന്നു. ഇന്ന് പല വ്യക്തികളും ഒത്തിരി നിരാശിതരാണ്. അവർക്ക് ജീവിതത്തിൽ പ്രത്യാശയില്ല. അവർ പറയാണ്, ഇനി ഇതൊന്നും നന്നാവുമെന്ന് തോന്നുന്നില്ല, എല്ലാം കഴിഞ്ഞു എന്നാണ് തോന്നണേ, എല്ലാം അവസാനിച്ചു, എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു പോയി, ജീവിതം കെട്ടതിന് തുല്യമായി, ജീവിതം മുന്നോട്ട് നോക്കുമ്പോൾ മുഴുവൻ ഇരുളായി അനുഭവപ്പെടുന്ന എത്രയോ ജീവിതങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഈ ആത്മീയ തകർച്ചയുടെ ഒരു പ്രധാന കാരണം എന്താ? ദൈവാശ്രയത്തെ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ദൈവമാകുന്ന ഏക സാധ്യതയെ ആരെല്ലാം മുറുകെ പിടിക്കുന്നവോ, ആരെല്ലാം ദൈവമായ കർത്താവിനെ ആശ്രയിക്കുന്നവോ, അവർക്ക് ഈ ഗതികേട് ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. പ്രതിസന്ധികളുണ്ട്, സഹനങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് മുന്നേറുവാനുള്ള ശക്തിയും കൃപയും കർത്താവ് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് പ്രദാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, നമുക്കിന്ന് വേണ്ടത് ഈ അഭിഷേകമാണ്. യെശയ്യാ പ്രവചനം 40:31 അത് 2-ാം ഭാഗത്ത് പറയുകയാണ്, അവർ വീണ്ടും ശക്തി പ്രാപിക്കും. ശക്തി പ്രാപിക്കുക മാത്രമല്ല, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. എന്താണ് കഴുകൻ്റെ പ്രത്യേകത? ശക്തമായ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ മറ്റു പക്ഷികളെല്ലാം ഈ കഠിനമായ കാറ്റിൽപ്പെട്ട് പറക്കുവാൻ കഴിയാതെ ആ പക്ഷികളെല്ലാം വാടി തളർന്ന് താഴോട്ട് പോരുമ്പോൾ ഈ കഴുകൻ വീശിയടിക്കുന്ന കൊടുങ്കാറ്റുകൾക്കിടയിലൂടെ അതിൻ്റെ മുകളിലെത്തി അതിനെ മറികടന്ന് അത് ടോപ്പിലെത്തുകയാണ്, മുകളിലെത്തുകയാണ്. എന്നിട്ട് തൻ്റെ താഴെ വീശിയടിക്കുന്ന കൊടുങ്കാറ്റുകളെ കണ്ട് കഴുകൻ പൊട്ടിച്ചിരിക്കുകയാണ്. കഴുകൻ കൊടുങ്കാറ്റുകളെ ഭയപ്പെടുന്നില്ല. മറ്റു പക്ഷികളൊക്കെ തളർന്ന് താഴെ പോകുമ്പോൾ ഇതിനെ അതിജീവിച്ചുകൊണ്ട് കഴുകൻ ചിറകടിച്ച് ഈ കൊടുങ്കാറ്റുകൾക്ക് മീതെ പറന്ന് ഉയരുകയാണ്. സഹോദരങ്ങളെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഈ കൃപയും ശക്തി ലഭിക്കുമെന്ന് ആത്മാവ് വാഗ്ദാനം തരികയാണ്. ആർക്ക പ്രശ്നങ്ങളില്ലാത്ത എൻ്റെ സഹോദരി, ആർക്ക പ്രശ്നങ്ങളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അവരുടേതായ ഒത്തിരിയേറെ പ്രശ്നങ്ങളും സഹനങ്ങളും നൊമ്പരങ്ങളും വേദനകളെല്ലാം ഉണ്ട്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതിനെ അതിജീവിച്ചങ്ങ് മുന്നേറുകയാണ്. ദൈവത്തിൻ്റെ കരം പിടിച്ച് നമ്മൾ നേരത്തെ പാടിയില്ലേ? എന്താ പാടിയത്? കർത്താവിൻ്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. അവർക്കാണ് ഈ ബലം കിട്ടുന്നത്, അവർക്കാണ് ഈ കരുത്ത് ലഭിക്കുന്നത്, അവരിലേക്കാണ് ഈ കൃപ പകരപ്പെടുന്നത്.
കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരൂ. കൊടുങ്കാറ്റുകൾ അവർ ഭയപ്പെടുന്നില്ല, പേമാരികളെ ഭയപ്പെടുന്നില്ല, വെള്ളപ്പൊക്കങ്ങളെ ഭയപ്പെടുന്നില്ല. ഹല്ലേലൂയ. കാരണം അവർ കരം കൊടുത്തിരിക്കുന്നത് സർവശക്തനായ കർത്താവിനാണ്. അവർ ചേർത്ത് പിടിച്ചിരിക്കുന്നത് സർവാധിപനായ ദൈവത്തെയാണ്. നീ എന്തിനാ അസ്വസ്ഥപ്പെടുന്നത്? പ്രിയ എൻ്റെ കൂടെപ്പിറപ്പേ, ദൈവത്തിന്റെ പൈതലേ, നീ എന്തിനു പ്രയാസപ്പെട്ട് വിഷാദത്തിലായിരിക്കുന്നത്? നീ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ ആത്മാവ് എന്താണ് നിനക്ക് വേണ്ടി ചെയ്യുന്നത്? യെശയ്യാ പ്രവചനം 43:14 വചനം, പരിശുദ്ധ വചനം പറയുകയാണ്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബാബിലോണിലേക്ക് ആളയക്കുകയും എല്ലാ പ്രതിബന്ധങ്ങളും തകർക്കുകയും ചെയ്യും. ശ്രദ്ധിക്കണം, എല്ലാ പ്രതിബന്ധങ്ങളും തകർക്കും. നമ്മുടെ കുടുംബത്തിന്റെ നേരെയുള്ള പ്രതിബന്ധങ്ങള്, നമ്മുടെ മക്കളുടെ മേലുള്ള പ്രതിബന്ധങ്ങള്, പിശാചിട്ടിരിക്കുന്ന പ്രതിബന്ധങ്ങള്, സാത്താൻ കൊണ്ടുവന്നിരിക്കുന്ന പ്രതിബന്ധത്തിന്റെ കൊടുങ്കാറ്റുകള്, ഇതിനെയെല്ലാം കർത്താവ് തന്റെ കരുത്തുറ്റ കരങ്ങൾ നീട്ടി തകർത്ത് കളയും. ആർക്കു വേണ്ടിയാണ് ഇപ്രകാരം ദൈവം പ്രവർത്തിക്കുന്നത്? തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി. അപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി ബാബിലോണിലേക്ക് ആളയക്കുകയും എല്ലാ പ്രതിബന്ധങ്ങളും തകർക്കുകയും ചെയ്യും. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഓരാ സ്വരം ഉയർത്തി പറഞ്ഞേ. എന്റെ സഹോദരി സഹോദരികളെ, പ്രതിസന്ധികളിൽ, നൊമ്പരങ്ങളിൽ, വേദനകളിൽ ദൈവത്തെ മുറുകെ പിടിക്കുക, ദൈവമായ കർത്താവിനെ ആശ്രയിക്കുക. മക്കളിൽ അത്ഭുതങ്ങൾ കാണാം. മോനിക്കമ്മയുടെ ജീവിതം തന്നെ നോക്കിയാൽ പോരെ. ദുർമാർഗിയായ അഗസ്റ്റിൻ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവരായി. എൻ്റെ സഹോദരങ്ങളെ, അവൻ ഒരിക്കലും രക്ഷപ്പെട്ട് മാനസാന്തരപ്പെടുമെന്ന് ആരും വിചാരിച്ചില്ല. എന്നാൽ വിശ്വസ്തയോടെ ദൈവത്തെ ആശ്രയിച്ച് വിശ്വാസത്തോടെ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കണ്ണുനീരിൻ്റെ പുത്രൻ നശിച്ചു പോവുകയില്ല. ആ വാഗ്ദാനം ചങ്കിലേക്ക് ഏറ്റെടുത്ത് തൻ്റെ പൊന്നോമന മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി വർഷങ്ങളെ അമ്മ വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചു. ഒരു നാൾ അഗസ്റ്റിന്റെ ജീവിതത്തിലേക്ക് ആത്മാവിന്റെ ശക്തി ഇറങ്ങി. അവനെ ബന്ധിച്ച ബന്ധനത്തിന്റെ കെട്ടുകൾ പൊട്ടി. അവന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനായി രൂപാന്തരപ്പെടുത്തി ട്രാൻസ്ഫോം ചെയ്തു. പിന്നെ അവൻ പഴയ അഗസ്റ്റിൻ ആയിരുന്നില്ല, പുതിയ അഗസ്റ്റിനായിട്ട് മാറി. ഇത് ആത്മാവിന് മാത്രമേ, ഇത് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റും. ഇത് ഇന്നും നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കർത്താവ് ശക്തനാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മോനിക്കമ്മയുടെ പ്രാർത്ഥനയിലൂടെ അഗസ്റ്റിന്റെ ജീവിതത്തിൽ ഇടപെട്ട അതേ ദൈവം തന്നെയാണ് എൻ്റെയും നിങ്ങളുടെയും ദൈവം. ഒരു മാറ്റവും ഇല്ല പ്രിയപ്പെട്ട. അവൻ ഇന്നും ജീവിക്കുന്നവനാണ്. വിശ്വസിച്ച ഹല്ലേലൂയ പറഞ്ഞേ. ഈ അടുത്ത നാളുകളിൽ കർത്താവിൻ്റെ ആത്മാവിനോട് ഇടപെട്ടൊരു വചനമാണ്. ഞാനൊരു പ്രതിസന്ധി ഓർത്ത്, ഒത്തിരി ചെറിയ സമയത്തൊരു ഭാരവും ഉള്ളിൽ ഭയങ്കരമായൊരു ടെൻഷനും. കർത്താവെ, കാര്യങ്ങൾ എങ്ങനെയാകും, എവിടെ ചെന്ന് എത്തും, ഇങ്ങനെ പോയാൽ കാര്യങ്ങൾക്ക് എന്ത് സംഭവിക്കും ഒക്കെ ഉള്ളിൽ ഒരു ഭയപ്പാടും ഒരു ആശങ്കയൊക്കെ പലപ്പോഴും എന്നെ ഞെരുക്കുന്നുണ്ടായിരുന്നു. ഒരു 1.5 ആഴ്ച മുൻപ് ഞാൻ ഈ വചനഭാഗം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആത്മാവ് ഇടപെട്ടു. പ്രിയ മാതാവേ, പിതാവേ, എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട അതേ ആത്മാവ് നിന്റെ ജീവിതത്തിലും ഇടപെടും. നിന്റെ ജീവിതത്തെയും ശക്തീകരിക്കും, നിന്റെ മക്കളെയും അനുഗ്രഹിക്കും. സക്രിയ പ്രവചനം 4-ാം അധ്യായം 7-ാം വചനത്തിലാണ്. അനേക പ്രാവശ്യം വായിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്തൊരു വചനമാണ്. പക്ഷെ 1.5 ആഴ്ച മുൻപ് അതിൽ മറ്റൊരു മർമ്മം ആത്മാവ് എനിക്ക് കാണിച്ചു തന്നു. ആ വചനം ഉച്ചത്തിൽ വായിച്ച്, മഹാപർവ്വതമേ നീ എന്താണ്, മഹാപർവ്വതമേ നീ എന്താണ്, സെറുബാബേലിൻ്റെ മുൻപിൽ നീ സമതലമാകും. സെറുബാബേൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അവൻ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മുൻപിൽ ഏതു പർവ്വതവും സമതലമായി മാറും. വിശ്വസിച്ച ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പ്രിയ മാതാവേ, പിതാവേ, എനിക്കും നിനക്കൊരു തെരഞ്ഞെടുപ്പ് ലഭിച്ചിട്ടുള്ളതാ.
ആ തെരഞ്ഞെടുപ്പ് പ്രകാരമാണ് ദൈവം മക്കളെ നമുക്ക് തന്നിരിക്കുന്നത്. ഓരപ്പനും ഓരമ്മയും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനും തെരഞ്ഞെടുക്കപ്പെട്ടവളുമാണ്. ദൈവത്തിന്റെ പരിശുദ്ധ വചനം പറയുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മുൻപിൽ മഹാപർവ്വതങ്ങൾ സമതലങ്ങളായി മാറ്റപ്പെടും. ഇത് കർത്താവിന്റെ പ്രോമീസാ. ഇത് മാറ്റമില്ലാത്ത വാഗ്ദാനമാ. അത് പൗരോഹിത്യ ജീവിതത്തിലാണെങ്കിലും, സമർപ്പിത ജീവിതത്തിലാണെങ്കിലും, സന്യസ്ത ജീവിതത്തിലാണെങ്കിലും, ഏത് ജീവിതത്തിലാണെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മുൻപിൽ ഏത് പ്രതിസന്ധിയും അത് പരിഹരിക്കപ്പെടും. ആ തെരഞ്ഞെടുപ്പിൽ ഒരു പവറുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. ഈ പ്രോമീസ് നമുക്കുള്ളപ്പോൾ നമ്മൾ എന്തിനാ പ്രയാസപ്പെടുന്നത്? പലപ്പോഴും ഈ വാഗ്ദാനത്തിന് എതിരായി വിപരീതമായിട്ടായിരിക്കും നമ്മുടെ മക്കൾ മുന്നോട്ട് പോകുന്നത്. അസ്വസ്ഥരാകേണ്ട. കർത്താവിനൊരു സമയമുണ്ട്. ആ സമയത്തിൽ കർത്താവ് നമ്മുടെ മക്കളുടെ ജീവിതങ്ങളിൽ ഇടപെടും. പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുവാനുള്ള കൃപയും ശക്തിയും ദൈവാശ്രയത്തെ നമുക്ക് തരികയാണ്. മൂന്നാമത് നിങ്ങൾ മനസ്സിലാക്കണം, അത്ഭുതകരമായ ദൈവിക സംരക്ഷണമാണ്. ദൈവത്തെ നമ്മുടെ മക്കൾ, നിങ്ങൾ ശ്രദ്ധിച്ച്, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തിൽ ശരണപ്പെടാൻ പറ്റണം. നമ്മുടെ മക്കളുടെ ജീവിതത്തിന് വേണ്ടി ദൈവമായ കർത്താവിനെ ആശ്രയിക്കാൻ നമുക്ക് പറ്റണം. സക്രിയ പ്രവചനം 4-ാം അധ്യായം, സക്രിയ പ്രവചനം 2:5 ആ വചനം ഒന്ന് ശ്രദ്ധിച്ച്. എന്താണ് ആത്മാവ് പറയുന്നത്? സക്രിയ പ്രവചനം 2:5, ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും, കർത്താവ് അരുളി ചെയ്യുന്നു. ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ദൈവമായ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ മക്കൾ ഒരു പാപം ചെയ്യാൻ ഉദ്യമിച്ചാൽ, നിങ്ങൾ വളരെ ശ്രദ്ധയോടിരിക്കണമേ. നമ്മുടെ മക്കള് കർത്താവിന് യോഗ്യമല്ലാത്ത ഒരു പ്രവൃത്തിയിൽ, ഒരു പാപപ്രവൃത്തിയിൽ, ഒരു ജഡീക പ്രവൃത്തിയിൽ, അശുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടുവാനോ അതിൽ വ്യാപരിക്കുവാനോ ആഗ്രഹിച്ചാൽ പോലും കർത്താവ് അത് അനുവദിക്കില്ല പ്രിയപ്പെട്ടവരെ, അനുവദിക്കില്ല. തട്ടിത്തിരിച്ച് വഴിയിലോട്ട് കൊണ്ടുവരും. അല്ലെങ്കിൽ അതിൽ കർത്താവ് എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ആ തിന്മയിൽ നിന്ന് മക്കളെ മാറ്റി നിർത്തും. നിങ്ങളൊരു സത്യം മനസ്സിലാക്കിക്കോ. കാരണം എന്താണെന്നറിയോ? അതിൻ്റെ കാരണം എന്താണെന്നറിയോ? മക്കൾക്ക് വേണ്ടി അപ്പനും അമ്മയും ദൈവമായ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവരുടെ ജീവിതത്തിൽ അവർ പോലും അറിയാതെ അഗ്നി കൊണ്ടുള്ള കോട്ടയായി, തീമതലായി അവർക്ക് ചുറ്റും കർത്താവ് അവരുടെ ജീവിതത്തിന് മഹത്വമായി നിലയുറപ്പിക്കുകയാ. പിശാച് നോക്കുമ്പോൾ നമ്മുടെ മക്കളെയല്ല, നമ്മുടെ മക്കളെ നശിപ്പിക്കുവാൻ, അവരെ ദുഷിപ്പിക്കുവാൻ, അവരെ തകർക്കുവാൻ, അവരെ മലിനപ്പെടുത്തുവാൻ, അവരുടെ വിശുദ്ധി അപഹരിക്കുവാൻ, വിശ്വാസത്തെ കെടുത്തിക്കളയാൻ പിശാച് പരിശ്രമിക്കുമ്പോൾ സാത്താൻ കാണുന്നത് നമ്മുടെ മക്കളെയല്ല, നമ്മുടെ മക്കൾക്ക് ചുറ്റും തീമതിലായി, തീക്കോട്ടയായി, അവരുടെ ജീവിതത്തിന് മഹത്വമായി നിലയുറപ്പിച്ചിരിക്കുന്ന കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യമാണ്. സ്തുതിക്കുന്നു. സഹോദരങ്ങളെ, ഈ സത്യം മറന്നു പോകരുത്. അത് കർത്താവിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. മക്കൾക്ക് വേണ്ടി ദൈവമായ കർത്താവിനെ ശരണപ്പെടുക, അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ, അവർ വിമോചിതരാകാൻ, അവർ ആത്മാവിൽ നിറയാൻ, അവർക്ക് രൂപാന്തരീകരണം ഉണ്ടാകുവാൻ, അവരുടെ ഭാവി കർത്താവിനാൽ പ്രശോഭിതമാകുവാൻ ഓരോ പിതാവും മാതാവും ദൈവമായ കർത്താവിനെ ആശ്രയിക്കുക. തീമതിലായി, തീക്കോട്ടയായി. ഞാൻ ഈ അനുഭവങ്ങളിലേക്ക് അധികം പോകാത്തതിൻ്റെ കാരണം നമ്മുടെ സമയം നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കണം. ദൈവവചനത്തിൽ നിന്ന് അഭിഷേകം പ്രാപിക്കണം. ദൈവവചനത്തിൽ നിന്ന് ദൈവാത്മാവിൻ്റെ ആലോചനകൾ നമ്മൾ ഏറ്റെടുക്കണം. അവിടെയാണ് നമുക്ക് ബലം കിട്ടുന്നത്. 100 കണക്കിന് സാക്ഷ്യങ്ങൾ പറയാൻ പറ്റും. ഈ വചനത്തുള്ള ബന്ധത്തിൽ കർത്താവ് ഇടപെട്ട് എത്രയെത്രയോ ജീവിക്കുന്ന അനുഭവങ്ങളുണ്ട്. കർത്താവ് വിശ്വസ്തനാണ്. താൻ ആശ്രയിക്കുന്നവർ ഒരു നാൾ ഉപേക്ഷിക്കാത്തവൻ, അവരുടെ കുടുംബങ്ങളെ, തലമുറകളെ സംരക്ഷിക്കുന്നവൻ. നാം വിശ്വസിക്കണം. നമുക്ക് മറ്റൊരു കോള് വരുന്നുണ്ട്. നമുക്ക് ആ ഫോൺ നമുക്കൊന്ന് അറ്റൻഡ് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹലോ,
സഹോദരി പറഞ്ഞോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. എന്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷം ഇതുവരെയായിട്ട് അവൾക്ക് ഒരു കുഞ്ഞുണ്ടായിട്ടില്ല. ഒരെണ്ണം ആയി വന്നതാണ്, പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയി. ഈശോ, 11 വർഷമായി വിവാഹം കഴിഞ്ഞിട്ടില്ലേ? അതെ അതെ അതെ. അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല അല്ലേ? നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. കർത്താവ് തലമുറകളെ നൽകി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പ്രത്യേകിച്ച് മകളോട് പറയാ, ഹെബ്രായ പുസ്തകം 11-ാം അധ്യായം 11-ാമത്തെ വചനം വിശ്വാസത്തോടെ ഏറ്റുപറയാം. കാരണം ദൈവത്തെ വചന ശ്രദ്ധിക്കുക, പറയുന്ന വചനം ശ്രദ്ധിക്കുക. ഹെബ്രായ പുസ്തകം 11-ാം അധ്യായം 11-ാമത്തെ വചനം. ഈ വചനം ഏറ്റുപറഞ്ഞ് മകള് വിശ്വാസത്തോടെ ഈ വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക കേട്ടോ. കാരണം ദൈവത്തിന്റെ വചനം 11:11 കേട്ടോ. ഹെബ്രായർ 11:11 ആ വചനം നിങ്ങൾ എഴുതി മകളോട് പറയുക. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല, വചനത്തിന് മാറ്റമില്ല. കാരണം വചനം ഈശോ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വസിച്ച് ഈ വചനം ഏറ്റു പറയുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ മക്കളില്ലാതെ വേദനിക്കുന്ന പല മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഒരു നിമിഷം എല്ലാവരും കരങ്ങൾ ഉയർത്തിക്ക് എല്ലാവരും കരങ്ങൾ ഉയർത്തിക്ക്. തലമുറകളെ നൽകി അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ നാമം വിളിച്ച് മക്കളില്ലാതെ വേദനിക്കുന്ന ഇതുപോലുള്ള എല്ലാ ദമ്പതിമാരിലേക്കും കർത്താവിന്റെ ഉദരഫലം എന്നുള്ള അഭിഷേകം ഒഴുകുവാൻ, ഉദരഫലം എന്നുള്ള ദാനം കൃപയായി വ്യാപരിക്കുവാൻ, വന്ധ്യമായ ഉദരം കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്ന ഉദരമായിട്ട് മാറുവാൻ, അടഞ്ഞുപോയ ഗർഭപാത്രങ്ങൾ തുറക്കപ്പെടുവാൻ, വന്ധ്യതയ്ക്ക് കാരണമായിട്ടുള്ള എല്ലാ കുറവുകളിലേക്കും കർത്താവിൽ നിന്ന് കൃപ ഇറങ്ങുവാൻ, ഇരുകരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ഈ നിയോഗത്തിന്മേൽ ദൈവശക്തി വ്യാപരിക്കുവാൻ ഒരു മനസ്സോടെ വിളിക്കുന്നു. യേശുവേ, എല്ലാവരും വിളിച്ചു പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ദൈവമേ, കർത്താവേ സുഖപ്പെടുത്തണമേ, വന്യമായ ഉദരങ്ങളെ സുഖപ്പെടുത്തണമേ, മക്കളില്ലാത്ത ദമ്പതിമാരിലേക്ക് കുഞ്ഞുങ്ങളെ നൽകണമേ, അവരെ കണ്ണീര് കണ്ട് കർത്താവേ അവർക്ക് ആശ്വാസം കൊടുക്കണമേ. നീ വിശ്വസിച്ചാൽ ദൈവത്തിന് മഹത്വം കാണും, പ്രാർത്ഥിച്ചാൽ നിനക്ക് ദൈവത്തിന് ഉത്തരം കിട്ടും, ആശ്രയിച്ചാൽ ദൈവത്തിന് കരുതലുണ്ടാകും. ഈ വരികൾ പാടി മക്കളില്ലാത്ത ദമ്പതിമാരെ യേശുനാമത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ചു പാടി പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഈശോ പവർ, ഗ്ലോറി, ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ. സഹോദരങ്ങൾ ഒന്നിച്ചേറ്റു പാടിയേ എല്ലാവരും. 10,000ങ്ങൾ ഒരേ സ്വരത്തിൽ പാടി പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ, ആരാധിച്ചാൽ ദൈവത്തിന്റെ. ആമേൻ, ആമേൻ, ആമേൻ. വിശ്വസിച്ച് ഉച്ചത്തിൽ ഒരു 3 ആമേൻ പറഞ്ഞേ. ആമേൻ, ആമേൻ, ആമേൻ. കരമടിച്ച കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, സ്തുതിക്കുന്നു. കൃപൊഴുകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. ആമേൻ. സഹോദരങ്ങളെ, ഒത്തിരി പ്രാർത്ഥന ആവശ്യം. ഒത്തിരി മക്കള് ജോമോൻ ജേക്കബ്, സ്മിത ഇടുക്കിയിൽ നിന്നാണ്, രവി ക്രിസ്റ്റി, സുസൻ എറണാകുളം, റോഷൻ ചെറിയാൻ കൈനഗിരിയിൽ നിന്ന്, ജാൻസി ലിൻഡോ ജോസഫ് തീക്കോയിൽ നിന്ന്, മറിയക്കുട്ടി കുറവിലങ്ങാടിൽ നിന്ന്, അതുപോലെ തന്നെ മെറിൽ മോളി ഇരിഞ്ഞാലക്കുടയിൽ നിന്ന്, നെൽസൺ ബിനു, മേരിക്കുട്ടി ആൻസൺ കൊച്ചിയിൽ നിന്ന്, ജസീന സി ജോൺസി, സബീന ബാബു കോട്ടയത്ത് നിന്ന്, ജോസഫ് ലീലാമ ജോമോൻ അപർണ ആലപ്പുഴയിൽ നിന്ന്, സുഭാഷ് ശാന്തമ്മ പാലയിൽ നിന്ന്. ആയിരക്കണക്കിന് മക്കൾ വിവിധ നിയോഗങ്ങളുമായി കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുക. സഹോദരങ്ങളെ, നമുക്ക് കണ്ണുനീരോടെ വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ പാടിയതുപോലെ
ആശ്രയിച്ചാൽ ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് ആത്മാവ് നൽകുന്ന നന്മകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചത്. ഡിവൈൻ പ്രൊട്ടക്ഷൻ, ദൈവിക സംരക്ഷണം ലഭിക്കുന്നു നമ്മുടെ മക്കൾക്ക്, നമ്മുടെ തലമുറകൾക്ക്. ദൈവാശ്രയത്വം അത്രയും പ്രധാനപ്പെട്ടത് പ്രിയപ്പെട്ടവരെ. അവസാനമായി നമ്മൾ കാണുകയാണ്, ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പരിപാലന ഉണ്ടാകുന്നു, പ്രൊവിഡൻസ് ഉണ്ടാകുന്നു. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മക്കളുടെ ഏത് ആവശ്യവും അവരുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നവനാണ് കർത്താവ്. മാതാപിതാക്കളായി നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? അവർക്ക് ആവശ്യമായ ബുദ്ധി, അവർക്ക് ആവശ്യമായ ആരോഗ്യം, അവർക്ക് ആവശ്യമായ സൗഖ്യം, അവർക്ക് ആവശ്യമായ കൃപകൾ, അവർക്ക് ആവശ്യമായ അഭിഷേകം, അവർക്ക് ആവശ്യമായ ദൈവിക നന്മകൾ, അവർക്ക് ആവശ്യമായ ആത്മാവിൻ്റെ ശക്തി, അഭിഷേകവും എല്ലാം സമയാസമയങ്ങളിൽ അവരുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർത്ത് കൊടുക്കുവാൻ മതിയായവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയാ. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന മാതാപിതാക്കൾക്ക്, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിപാലന, പ്രൊവിഡൻസ് ഉണ്ടാകും. നിങ്ങൾ സംശയിക്കേണ്ട സഹോദരങ്ങളെ. ഹല്ലേലൂയാ. ചേർന്ന് വെറുതെ ഹല്ലേലൂയാ. പ്രവാചകനായ ദാനിയേലിന്റെ ജീവിതത്തിലേക്ക് വരണം. അവിടെ ദാനിയേൽ പ്രവാചകനെ സിംഹക്കുഴിയിൽ ഇട്ടിരിക്കുകയാണ് ദാരിയൂസ് രാജാവ് എന്ന് പറയുന്നുണ്ട്. ദാനിയേലിന്റെ പ്രവചനം അവിടെ നമ്മൾ കാണുകയാണ്. 6-ാം അധ്യായത്തിലാണ്. ദാനിയേൽ പ്രവചനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ്. ദാരിയൂസ് രാജാവ് വന്ന് ചോദിക്കുകയാണ്, അല്ലയോ ദാനിയേലേ, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവമായ കർത്താവ് സിംഹങ്ങളുടെ വായിൽ നിന്ന് രക്ഷിക്കുവാൻ ശക്തനായിരുന്നുവോ? ഈ ചോദ്യത്തിന് മറുപടിയായി ദാനിയേൽ പറയുകയാണ് 23-24 വചനങ്ങൾ. തൻ്റെ മുൻപിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എൻ്റെ ദൈവം ദൂതനയച്ച് സിംഹങ്ങളുടെ വാ അടച്ചു, അവൻ ഉപദ്രവിച്ചില്ല. രാജാവേ, നിന്റെ മുൻപിലും ഞാൻ നിരപരാധനാണല്ലോ. 23-ാമത്തെ വചനം. അപ്പോൾ രാജാവ് അത്യധികം സന്തോഷിച്ച് ദാനിയേലിനെ കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കൽപ്പിച്ചു. ദാനിയേലിനെ കുഴിയിൽ നിന്ന് കയറ്റി. തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവനൊരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. ഹല്ലേലൂയ. പരിശുദ്ധ വചനം വ്യക്തമായി വെളിപ്പെടുത്തുന്നു, തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് ദാനിയേൽ പ്രവാചകനെ ഒരു പോറൽ പോലും സംഭവിച്ചില്ല. ദൈവം അവനെ പ്രൊട്ടക്ട് ചെയ്തു, ദൈവം അവനെ പരിപാലിച്ചു. കർത്താവിൻ്റെ ശക്തമായ പരിപാലന കരങ്ങൾ നീട്ടി കർത്താവ് അവനെ മറയ്ക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഒരു പോറൽ പോലും ഏൽക്കാതെ ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതയിൽ, ഈ ലോകത്തിൻ്റെ കളങ്കത്തിൽ, ഈ ലോകത്തിൻ്റെ മലിനതയിൽ പെട്ട് നമ്മുടെ മക്കൾ നശിച്ചു പോകാതെ, ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതയുടെ ഒരു പോറൽ പോലും ഏൽക്കാതെ, ഈ തലമുറയുടെ അരാജകത്വത്തിൻ്റെ എല്ലാവിധ ദുഷിപ്പുകളുടെയും ഒരു പോറൽ പോലും ഏൽക്കാതെ തൻ്റെ മഹത്വത്തിൽ നമ്മുടെ മക്കളെ സൂക്ഷിക്കുവാൻ, സംരക്ഷിക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. നമുക്ക് ഈ ദൈവാശ്രയത്തുണ്ടാവണം, നമുക്ക് ഈ ദൈവാശ്രയ ബോധമുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ദൈവം പരിപാലിക്കുകയാണ്, ദൈവം കരുതുകയാണ്. പൂർവ്വപിതാവായ അബ്രഹാം പറഞ്ഞു, യാഹവീരേ, കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടതെല്ലാം പ്രദാനം ചെയ്യും. അതുകൊണ്ട് മക്കളുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടതായ ആത്മീയവും ഭൗതികവുമായി അവർക്ക് ലഭിക്കേണ്ട നന്മകളെ ഓർത്ത് ഏതെങ്കിലുമൊക്കെ മാതാപിതാക്കൾ പ്രയാസപ്പെടുന്നുവെങ്കിൽ, അസ്വസ്ഥപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ വേദനിക്കരുത്. ദൈവത്തിൻ്റെ സമയത്ത് അവർക്ക് ആവശ്യമായ ആത്മീയവും ഭൗതികവുമായ നന്മകൾ തൻ്റെ പരിപാലനയുടെ കരങ്ങൾ നീട്ടി നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ മാതാപിതാക്കളെ, ഞാനും ഒരു അപ്പനാണ്. 4 മക്കളെ ദൈവം തന്നിട്ടുണ്ട്, 4 കുഞ്ഞുങ്ങളുണ്ട്. ഒരു അപ്പനെന്ന നിലയിൽ പലപ്പോഴും മക്കളെക്കുറിച്ചുള്ള വേവലാതികളും നൊമ്പരങ്ങളൊക്കെ പലപ്പോഴും എനിക്കുണ്ടാകാറുണ്ട്. പക്ഷെ ആ സമയങ്ങളിലൊക്കെ ആത്മാവ് എന്നെ ബലപ്പെടുത്തുന്ന ചില ദൈവവചനങ്ങൾ, അനുഭവങ്ങളും നിങ്ങളോട് ഈ മോനിക്ക പ്രയർ, ഈ ശുശ്രൂഷയോടെ ഞാൻ പങ്കുവെക്കുന്നത്. കർത്താവ് പലപ്പോഴും എന്നെ ബലപ്പെടുത്തിയേക്കുക. നീ എന്തിനാ അസ്വസ്ഥനാകുന്നത്? നീ എന്നെ ആശ്രയിക്കുക. നീ എന്നെ ആശ്രയിക്കുന്നവനല്ലേ. നിന്റെ തലമുറയ്ക്ക്, നിന്റെ മക്കൾക്ക്
വേണ്ടത് കൂട്ടിച്ചേർത്ത് കൊടുക്കുവാൻ ഞാൻ ശക്തനല്ലേ, നീ എൻ്റെ പരിപാലന കണ്ടിട്ടുള്ളതല്ലേ. എൻ്റെ സഹോദരങ്ങളെ, ദൈവം വിശ്വസ്തനാണ്. ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. അതാണ് നമ്മുടെ മക്കളിൽ സംഭവിക്കേണ്ടത്, നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കേണ്ടത്. അതുകൊണ്ട് ദൈവത്തെ ആശ്രയിക്കുക. അത്ഭുതകരമായ സംരക്ഷണം, വീണ്ടും നമുക്ക് കരുത്ത് ലഭിക്കുകയാണ്. കൃപയിലും വിശ്വാസത്തിലും പ്രാർത്ഥനയിലും അഭിഷേക ജീവിതത്തിലെല്ലാം വീണ്ടും ശക്തി പ്രാപിക്കാൻ പറ്റുന്നു. പ്രതിസന്ധികൾ അതിജീവിച്ച് കൃപയിൽ മുന്നേറുവാൻ നമുക്ക് സാധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവപരിപാലനയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ നമുക്ക് കഴിയുന്നു. നമ്മൾ ഈ സത്യം മനസ്സിലാക്കി നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പൂർണ്ണമായും ദൈവത്തെ ആശ്രയിക്കുക. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവമായ കർത്താവിനെ ആശ്രയിക്കുക. ദൈവത്തെ ആശ്രയിക്കുന്നവരെ ഒരു നാളും അവിടുന്ന് ഉപേക്ഷിക്കില്ല. ഒരൊറ്റ വചനം കൂടി നമ്മൾ കണ്ടെന്ന് ഈ സെഷൻ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. ദാനിയേൽ പ്രവചനം 14-ാം അധ്യായത്തിൽ പ്രവാചകനായ ദാനിയേൽ പറയുന്ന മനോഹരമായൊരു വചനമാണ്. 37-38 വചനങ്ങൾ. ദാനിയേൽ പ്രവചനം 14-ന്റെ 37-38. ഹബക്കൂക്ക് വിളിച്ചു പറഞ്ഞു, ദാനിയേൽ, ദാനിയേൽ, ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും. ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവരെ, അങ്ങയെ ആശ്രയിക്കുന്നവരെ, അങ്ങിൽ വിശ്വസിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല, അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. സഹോദരങ്ങളെ, ദൈവമായ കർത്താവിനെ ആരെല്ലാം ആശ്രയിക്കുന്നുവോ അവർ ഒരിക്കലും ഉപേക്ഷിക്കപ്പെടുകയില്ല. അവർ മാറ്റി നിർത്തപ്പെടുകയില്ല. അവർ തകർന്നു പോകുകയില്ല. ദൈവം അവരെപ്പോഴും സൂക്ഷിക്കും. ദൈവം അവരെപ്പോഴും പരിപാലിക്കും. ഈ വചനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. നമ്മൾ ആരാധന ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക, വിളിക്കുക. യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലും നിങ്ങളുടെ പ്രയർ ഇൻറ്റൻഷൻസ്, നിയോഗങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. തുടർന്ന് വരുന്ന ആരാധന ശുശ്രൂഷയിൽ തീഷ്ണതയോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് മക്കൾ ഈ കഴിഞ്ഞ സമയങ്ങളൊക്കെ ഒരുപാട് നിയോഗങ്ങൾ, ഈ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരിയേറെ ഈ ഫോണിലേക്ക് ഒത്തിരി ലൈവായിട്ട് അവർ പ്ലേ ഔട്ടിൽ നിന്ന് ഇതെല്ലാം അയച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങൾ, എന്തുമാത്രം പ്രാർത്ഥന നിയോഗങ്ങളാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ആരാധനയിൽ ദിവ്യകാരുണ്യ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഈ നിയോഗങ്ങളൊക്കെ സമർപ്പിക്കാം. ഒപ്പം നിങ്ങൾ തുറന്ന ശെക്കേനയിൽ വരാൻ പോകുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ മാസത്തിൽ 2-3 ലൈവ് ശുശ്രൂഷകൾ വ്യത്യസ്തങ്ങളായ ജെറുസലേം ധ്യാന കേന്ദ്രം ഒരുക്കുന്ന ശുശ്രൂഷ ഷെക്കേന ടെലിവിഷനിലൂടെ, അത് ഷെക്കേന ന്യൂസാണ് അത് ഒരുക്കുന്നത്. ജെറുസലേം ധ്യാന കേന്ദ്ര ശുശ്രൂഷ നയിക്കും. ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പട്ടത്തച്ഛന് നേതൃത്വത്തിലുള്ള വന്യ വൈദികരെ, അതുപോലെ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് കർത്താനമച്ചൻ നമ്മുടെ പോട്ട ആശ്രമത്തിലെ പോട്ട ധ്യാന കേന്ദ്രത്തിലെ അവിടുത്തെ ഡയറക്ടർ അച്ഛനാണ്. ഫ്രാൻസിസ് കർത്താനച്ചൻ നമുക്ക് വേണ്ടി 4 ദിവസം ശുശ്രൂഷകൾ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ശുശ്രൂഷയും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ശുശ്രൂഷകൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. ഫെബ്രുവരി മാസം 13-ാം തീയതി മുതൽ 40 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന സയൻസ് ഓഫ് ടൈംസ്, കാലത്തിൻ്റെ പ്രത്യേകതകളെ മനസ്സിലാക്കി കർത്താവിൻ്റെ പ്രത്യാഗമനത്തിനായി നമ്മൾ ഒരുങ്ങുവാനും കർത്താവിൻ്റെ സഭയെ സജ്ജമാക്കുവാനുമുള്ള ശക്തമായൊരു ശുശ്രൂഷയാണ് സയൻസ് ഓഫ് ടൈംസ്. 40 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷ. ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ നന്നായി പ്രാർത്ഥിച്ച് ഒരുങ്ങണം. മറ്റൊരു കാര്യം സഹോദരങ്ങളെ, ഷെക്കേന ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾ വീണ്ടും പറയട്ടെ, ഒത്തിരിയേറെ പ്രാർത്ഥന ആവശ്യമുള്ളൊരു സമയമാണ്. കാരണം നമുക്ക് ഒത്തിരി പ്രതിസന്ധികൾ നമ്മുടെ മുൻപിലുണ്ട്. മാത്രമല്ല, നമുക്ക് വലിയ മാനുഷികമായി ചിന്തിച്ചാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യങ്ങളല്ല. അതുപോലത്തെ ചില ആവശ്യങ്ങൾ DTH പ്ലാറ്റ്ഫോമിലേക്ക് ഒരു എൻട്രിക്ക് വേണ്ടി നമ്മൾ ആളുകളായി പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. അത് ഒരു DTH പ്ലാറ്റ്ഫോം ദൈവം ഒരുക്കി തരുന്നു. അതിന് വളരെ ഭീമാകാരമായ പൈസയാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ ഫ്രീ ചാനലാണ്, പക്ഷെ ഫ്രീ ആയിട്ട് നമുക്ക് കയറാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കാൻ ഇത്രയും 4 വർഷം നമ്മൾ കാത്തിരുന്നു. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ വിശ്വാസപൂർവ്വം ദൈവരുവാനിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആ എഗ്രിമെൻറ്റിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഈ ശുശ്രൂഷ ചേർത്ത് പിടിക്കണം. DTHലേക്ക് വന്നു കഴിഞ്ഞാൽ അനേകർക്ക് 10,000ങ്ങളിലേക്ക് വീണ്ടും ഷെക്കേന ന്യൂസ് എത്തുകയാണ്. നമ്മുടെ വിസിബിലിറ്റി വർദ്ധിക്കുകയാണ്.
അപ്പോൾ ഒത്തിരി മക്കൾ കൂടുതൽ ശുശ്രൂഷകളിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾ സഹകരിക്കണം. അതുപോലെ ഇവിടുത്തെ അനുദിന ചെലവുകൾ വർദ്ധിച്ചു വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒത്തിരി സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, നമുക്ക് പലവിധ ഞെരുക്കങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ്, കർത്താവിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടിയാണ്. ഈശോയെ സ്നേഹിക്കുന്ന, ഈശോയുടെ ശുശ്രൂഷകളെ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ കഴിയുന്നത് പോലെ നിങ്ങൾ ശുശ്രൂഷ ചേർത്ത് പിടിക്കണം. നിങ്ങൾ ഈ കാണുന്ന ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കി, നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നിങ്ങൾ ഈ മാധ്യമ ശുശ്രൂഷയെ സാമ്പത്തികമായി സഹായിക്കുക, പ്രാർത്ഥിച്ച് സഹായിക്കുക. ഗൂഗിൾ പേ നമ്പർ അവിടെ കാണാം. ഗൂഗിൾ പേ ചെയ്ത് പറ്റുന്നത് പോലെ ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യാം. DTH പ്ലാറ്റ്ഫോമിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വരും ദിവസങ്ങൾ നിങ്ങൾ അറിയിക്കും. എൻ്റെ സഹോദരങ്ങളെ, വലിയ ഭീമാകാരമായ, ലക്ഷങ്ങളുടെ ഭീമാകാരമായിട്ടൊരു എമൗണ്ടാണ് കൊടുക്കേണ്ടത്. പലരും 1.5 കോടി 1.25 കോടിയൊക്കെയാണ് ഓരോ DTHകാർ. കാരണം നമ്മൾ ഈ ന്യൂസ് ചാനൽ ആയതുകൊണ്ട് ന്യൂസ് കാറ്റഗറിയിലാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അതിന് പൈസ ഒത്തിരി കൂടുതലാണ്, നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല എൻ്റെ സഹോദരങ്ങളെ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവം വഴികൾ തുറക്കും. ഒപ്പം കർത്താവ് അതിനുവേണ്ടി നിയോഗിച്ച വ്യക്തികളിലൂടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എൻട്രി നമുക്ക് പ്രവേശനം കിട്ടാൻ ആവശ്യമായ ആ സാമ്പത്തിക ക്രമീകരണങ്ങളെല്ലാം കർത്താവ് ചെയ്തു തരുമെന്ന് അങ്ങ് വിശ്വസിക്കുകയാണ്. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പക്ഷേ ശക്തിയേന ന്യൂസിൻ്റെ ശുശ്രൂഷകൾ നിലനിൽക്കണം, അത് വളരണം, അത് സഭയ്ക്ക് അനുഗ്രഹമാവണം, അത് ദൈവജനത്തിന് കൃപയായി മാറണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ സഹോദരങ്ങളും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കഴിയുന്നതുപോലെ നിങ്ങൾ ഇതിനെ സഹായിക്കുക, അനേകരുടെ ശുശ്രൂഷ പങ്കുവയ്ക്കുക. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. ആയിരിക്കുന്നിടത്ത് മുട്ടുകുത്തി നിന്ന് പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വരുന്ന കർത്താവിനെ നമ്മൾ ഒന്നിച്ച് ആരാധിക്കാൻ പോവാണ്. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. യേശു ദൈവപുത്രൻ, യേശു ദൈവപുത്രൻ, യേശു ദൈവപുത്രൻ, യേശു ദൈവപുത്രൻ, യേശു ദൈവപുത്രൻ, യേശു ദൈവപുത്രൻ, യേശു ദൈവപുത്രൻ. പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി കടന്നു വരുന്ന രാജാതിരാജാവായ കർത്താവായ ഈശോയെ നമ്മൾ ഒന്നിച്ചൊരു മനസ്സോടെ ആരാധിക്കുന്നു. യേശുവേ, ജീവനുള്ള ദൈവമേ, ജീവിക്കുന്ന കർത്താവേ, പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ സൗഖ്യമാക്കുന്ന ശക്തി, അനുഗ്രഹിക്കുന്ന ശക്തി, അഭിഷേകം ചെയ്യുന്ന ശക്തി, ശുദ്ധീകരിക്കുന്ന ശക്തി അനേക മക്കളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ ഈ സമയം ഒഴുകപ്പെടട്ടെ. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഭയഭക്തി ആദരവോടെ നമ്മൾ കർത്താവിനെ ആരാധിക്കുകയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഭക്തിപൂർവം എഴുന്നേറ്റു നിൽക്കാം. എൻ്റെ സഹോദരങ്ങളെ, സത്യമായും പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന കർത്താവ് എഴുന്നള്ളി വന്നിരിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതങ്ങളിൽ
പ്രവർത്തിക്കുന്ന ആത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ കാണുകയായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ മക്കളെയും കർത്താവിന് സമർപ്പിക്കാം. കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങൾ എന്തിനാണ് വേദനിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് നെടുവീർപ്പെടുന്നത്? എന്നിൽ പ്രത്യാശ വയ്ക്കുക, നിങ്ങൾ എൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കുക. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ഒത്തിരിയേറെ മക്കൾ അവരുടെ പ്രാർത്ഥന നിയോഗങ്ങൾ തന്നിരിക്കുന്നു. ബബിത കോട്ടയം, റിയ, സ്വിദിൻ, ഇമ്മാനുവേൽ, ജോളി ജോയൽ, പ്രിൻസ് മരിയ, മാത്യു, ഓമന, അനൂപ്, അരുൺ ആലുവ, ഡേവിസ് കുറ്റിക്കാടൻ, എലിസബത്ത്, ആദിഷ്, ജോ ജോസഫ് പൊഴലിപ്പറമ്പാണ്, പുഷ്പ വാണി ആന്ധ്രയിൽ നിന്ന്, പ്ലോസി ചിറ്റിലപ്പള്ളിയിൽ നിന്ന്, സബാസ്റ്റ്യൻ റാണി, ജീന മാത്യു തൊടുപുഴയിൽ നിന്ന്, ആദം ക്രിസ്റ്റീൻ, സാൽവിൻ, സിസിലി എറണാകുളത്തിൽ നിന്ന്, അൽഫോൺസ് കോതമംഗലത്തിൽ നിന്ന്, അഖിൽ ടോം, ജോൺ ഫാമിലി, അഗസ്റ്റിൻ, ദീന, ഗ്രേസ്, ജോയ്സ് ഷാർജയിൽ നിന്ന്, രാജു, ദീപ, മെറിൻ ഷാർജയിൽ നിന്ന്, ജോസഫും കുടുംബവും ആലപ്പുഴയിൽ നിന്ന്. സഹോദരങ്ങൾ അനേകര് വിവിധ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മക്കളെ സമർപ്പിക്കാം, ആവശ്യങ്ങളെ സമർപ്പിക്കാം, കുടുംബങ്ങളെ സമർപ്പിക്കാം. ഇത് പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ ജീവനുള്ള ശക്തി, സൗഖ്യമാക്കുന്ന ശക്തി, വീണ്ടെടുക്കുന്ന ശക്തി, വിമോചിപ്പിക്കുന്ന ശക്തി, അനുഗ്രഹമായി, സൗഖ്യമായി, അഭിഷേകമായി, വിടുതലായി, കൃപയായി അനേക മക്കളിലേക്ക്, അനേകം കുടുംബങ്ങളിലേക്ക് ഇത് ഒഴുകപ്പെടുന്നു. കർത്താവ് പകരുന്ന ഈ അഭിഷേക കൃപകളെ സ്വന്തമാക്കിക്കൊണ്ട് ഒന്ന് ചേർന്ന് അതരം തുറന്ന് ഒരുമിച്ച് ഒരൊറ്റ വിളി, യേശുവേ, ഈശോയെ, 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 കൃപൊഴിക്കണമേ, കൃപൊഴിക്കണമേ. വിവിധങ്ങളായ മക്കളെ തകർന്നു വന്നിരിക്കുന്നു, കണ്ണീരോടെ വന്നിരിക്കുന്നു, കൊടിയ വേദനയോടെ വന്നിരിക്കുന്നു. കർത്താവിന്റെ കണ്ണീര് തുടയ്ക്കണമേ. കർത്താവേ, നിന്റെ മക്കളെ ആശ്വസിപ്പിക്കണമേ, നിന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ മേൽ കാരുണ്യം ചൊരിയണമേ. മദ്യപാനത്തിന്റെ, മയക്കമരുന്നിന്റെ, വിവിധ രോഗങ്ങളുടെ, പൈശാചിക രൂപികള്, പൈശാചിക പീഡകള്, വിശ്വാസ തകർച്ചയുടെ, നിരാശയുടെ, പ്രണയ ബന്ധനങ്ങള്, വിഷാദത്തിന്റെ കെട്ടുകള്, തെറ്റായ കൂട്ടുകെട്ടുകള്, പലവിധ അഡിക്ഷൻസ് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ, യേശുവിന്റെ തിരുവിലുള്ള അനന്ത യോഗ്യതകളാൽ ഞങ്ങളുടെ മക്കളിൽ നിന്ന്, തലമുറകളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് നീങ്ങി പോകട്ടെ, നിർവീര്യമായി പോകട്ടെ. ഈശോയെ, 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 സ്തുതിച്ചോ, 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 ശക്തിയോടെ വിളിച്ചോ മക്കളെ. ഇത് പരിശുദ്ധ കുർബാനയിൽ കർത്താവിന്റെ അത്ഭുത ശക്തി ഒഴുകുന്നു. നമ്മുടെ മക്കൾക്ക് വേണ്ടി വിളിക്കേ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി വിളിക്കേ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി വിളിക്കേ. യേശുവേ, യേശുവേ, ജീവിക്കുന്ന ദൈവമേ, പവർ, പവർ, ആമേൻ, ആമേൻ, ആമേൻ. തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ആപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. ആപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാൽ സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാൻ സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാൻ. ഇരുകരമുയർത്തി ഒരിക്കൽ കൂടെ വിളിക്കുന്നു, യേശുവേ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുത സൗഖ്യങ്ങൾ, അത്ഭുത വിമോചനങ്ങൾ, അത്ഭുത കൃപകൾ കർത്താവേ ഞങ്ങളുടെ മക്കളിലേക്ക് പകരണമേ, കുടുംബങ്ങളിലേക്ക് പകരണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ബിബിത കോട്ടയം, റിയ, സ്വീൻ, ഷെബിൻ, സജി, ഷാരോൺ, സജി ആൽവിൻ, സജി അഖിൽ, സജി സേവ്യർ ആലപ്പാട്ടിൽ നിന്ന് വിളിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, അതുപോലെ തന്നെ ജോയൽ ബിനോയ് അതിരമ്പുഴയിൽ നിന്ന്, അൽഫോൺസ കോതമംഗലത്തിൽ നിന്ന്, ബേസിൽ മാത്യു, തോമസ് അനിൽ, പീറ്റർ മാത്യു കോതമംഗലത്തിൽ നിന്ന്, അയന പറവൂരിൽ നിന്ന്, റീജ അർത്തുങ്കൽ, ജെസ്സി മുണ്ടക്കയം, കുഞ്ഞുമോൾ ആരുകുറ്റി, കൊച്ചു ത്രേസ്യ ആലപ്പുഴ, ത്രേസ്യ അമ്മാടം, ജോഷി കണ്ടശങ്കടവ്, ത്രേസ്യാമ്മ പുളിങ്കുന്നം, വാണി കന്യാകുമാരി, ജോൺസൺ തോമസൺ കാഞ്ഞിരപ്പള്ളി, ജോസഫ് പട്ടാമ്പി, ഡേസി പാല, കൃപ എറണാകുളം, ജോസഫ് കൊല്ലം, മേരിക്കുഞ്ഞ് പറവൂർ, ആൻമേരി ആരക്കുഴ, ഷൈനി ചങ്ങനാശ്ശേരി, ഷൈനി തൃശൂർ, ജെസിൻ ജേക്കബ് ടാനിയ, ഷീല മാത്യു കുടുംബം, ജേക്കബ് കലയപ്പുരം, സൂസമ്മന ജോസഫ് ഭരണങ്ങാനം. ഒരുപാട് മക്കൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ ഇതിലെല്ലാം ഒരുപാട് ആയിരങ്ങൾ പ്രാർത്ഥന നിയോഗങ്ങൾ അയച്ചിട്ടുണ്ട്. അതുപോലെ ശുശ്രൂഷയിൽ വിവിധങ്ങളായ നിയോഗങ്ങളുമായി മക്കൾക്ക് വേണ്ടി ഈ മോനിക്ക പ്രയർ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേക മാതാപിതാക്കളുണ്ട്, സഹോദരി സഹോദരങ്ങളുണ്ട്. ഇവിടെ എല്ലാ നിയോഗങ്ങളെയും തിരുസഭയോട് ചേർന്ന് കർത്താവിന്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ നിയോഗങ്ങളിലേക്കും ആവശ്യങ്ങളിലേക്കും നമ്മുടെ മക്കളിലേക്കും തലമുറകളിലേക്കും കർത്താവിൽ നിന്ന് കൃപ ഒഴുകുവാൻ, കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടുവാൻ ഒരിക്കൽ കൂടെ എല്ലാം മറന്ന് ഇരു കരങ്ങൾ ഉയർത്തി ഒന്നിച്ചൊരു മനസ്സോടെ വിളിക്കുന്നു, യേശുവേ. കർത്താവേ, ശുശ്രൂഷ അനുഗ്രഹിക്കണമേ. മോനിക്ക പ്രയർ ശുശ്രൂഷയുടെ മേൽ കൃപ ചൊരിയണമേ. അനേകം കുടുംബങ്ങളെ ആശ്വസിപ്പിക്കണമേ. അനേകം മാതാപിതാക്കളെ ആശ്വസിപ്പിക്കണമേ. അനേകം മക്കളെ വീണ്ടെടുക്കണമേ. കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അവിടുത്തെ സഭയ്ക്ക്, അങ്ങയുടെ കുടുംബങ്ങൾക്ക് മോനിക്ക പ്രയർ ഈ ശുശ്രൂഷ അനുഗ്രഹമാക്കി മാറ്റണമേ. ഈശോ, 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 ഈശോ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ സഹോദരങ്ങളെ, ഷെക്കൻ ന്യൂസിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ലൈവ് ശുശ്രൂഷയാണ് മോനിക്ക പ്രയർ. എല്ലാ മാസവും ഒരു ദിവസം നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. നമ്മുടെ മക്കൾ വിമോചിതരാകുവാൻ, അവർ ആത്മാവിൽ നിറയുവാൻ, അവരെയോർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളിലേക്ക് ആത്മാവിൻ്റെ ആശ്വാസവും സ്വസ്ഥതയും ലഭിക്കാൻ, നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറ വിശുദ്ധ തലമുറയായി, വിശ്വാസമുള്ള കുഞ്ഞുങ്ങളായി നമ്മുടെ മക്കൾ വളരുവാൻ നമ്മെ സഹായിക്കുന്ന, അതിനായി കർത്താവ് ഒരുക്കിയിരിക്കുന്ന ശുശ്രൂഷയാണ് മോനിക്ക പ്രയർ. നിങ്ങൾ അനേകരുടെ ശുശ്രൂഷയെക്കുറിച്ച് പറയണം. ഇതിൻ്റെ പോസ്റ്ററുകളും ലിങ്കുകളൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അനേകർക്ക് അയച്ചു കൊടുക്കണം. നിങ്ങൾ ശുശ്രൂഷയിലേക്ക് ആയിരങ്ങളെ കൂട്ടിക്കൊണ്ടുവരണം. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാൻ, മക്കളെ അനുഗ്രഹിക്കുവാൻ സ്വർഗം സമ്മാനിച്ച് ഈ ശുശ്രൂഷയോർത്ത് നമുക്ക് നന്ദി പറയാം. നിങ്ങളെല്ലാ നിയോഗങ്ങളും, നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ദിവ്യകാരുണ്യ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഏവർക്കും നല്ല രാത്രി ആശംസിക്കുകയാണ്. മുട്ടുകുത്തി നിന്ന് കർത്താവിൽ നിന്ന് നമ്മൾ അനുഗ്രഹം സ്വീകരിക്കുകയാണ്. ഒപ്പം സീറോ മലബാർ സഭ, നമ്മുടെ സഭാ സിനഡിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സഭാ തലവനായ കർത്താവ് നമുക്ക് നിയോഗിച്ച് തന്നിരിക്കുന്ന പിതാവിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി നാളെ പ്രഖ്യാപനമുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാം. കർത്താവ് നിയോഗിച്ച് തരുന്ന നമ്മുടെ സഭാ പിതാവിനെ, സഭാ തലവനെ ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം. നമുക്ക് ഉൾക്കൊള്ളാം. പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം സിനഡ് പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. മുട്ടുകുത്തി നിന്ന് കർത്താവിൻ്റെ ആശീർവാദം നമ്മളെല്ലാം സ്വീകരിക്കുകയാണ്. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും
മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. ഈശോയേ നിർമ്മലരായി ജീവിച്ചിടുവാൻ ഈശോ ചിന്തണമേ ദിവ്യവരം. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് കർത്താവ് നൽകുന്ന ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയേ കൃപ ചൊരിയണമേ, കൃപ വർഷിക്കണമേ. ഭയപ്പെടേണ്ട ഈശോ മകനേ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരയരുതേ എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.